അടുക്കളയിൽ കറിക്കുള്ള പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. ആരാണാവോ? പറഞ്ഞുകൊണ്ട് കത്തിയും പാത്രവും സ്ലാബിന് മുകളിൽ വെച്ചുകൊണ്ട് ശിവാനി ഹാളിലേക്ക് നടന്നു. ജനവാതിലിൽ ഇട്ടിരുന്ന കർട്ടൻ നീക്കി അവൾ പുറത്തേക്ക് നോക്കി. ഉമ്മറത്തൊരാൾ വന്നു നിൽപ്പുണ്ട്. താടിയും മുടിയും ട്രിം ചെയ്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് ഫോർമൽ ലുക്കിലാണ് ആൾ. തോളിലൊരു ബാഗുണ്ട്. അവൾക്ക് ആളെ മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു സംശയത്തോടെയാണ് അവൾ വാതിൽ തുറന്നത്. ആരാ, എന്തു വേണം? അവൾ ചോദിച്ചു. ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ? അവൾ ചോദിച്ചതിന് മറുപടി പറയാതെ അവൻ അതാണ് തിരിച്ചു ചോദിച്ചത്. അവൾക്ക് എന്തു പറയണമെന്നറിഞ്ഞില്ല. അവൾ വെറുതെ ഒന്ന് തലയാട്ടി. അതുകണ്ട് അവനൊരു ചിരിയോടെ തന്നെ ഉമ്മറത്തേക്ക് കയറി അവിടെ ഇട്ടിരുന്ന കസേരയിലേക്കിരുന്നു. ആരാ, എന്തായിരുന്നു കാര്യം? അവൾ വീണ്ടും ചോദിച്ചു. പറയാം, അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. നിങ്ങളൊരു പുതിയ TV വാങ്ങാൻ പോവുകയാണെന്ന് കേട്ടു. അവൻ പറഞ്ഞു തുടങ്ങി. അവൾക്ക് കാര്യം മനസ്സിലായില്ല. അവളുടെ നെറ്റി ചുളിഞ്ഞു. അല്ല, നിങ്ങളുടെ വീട്ടിലെ TV കംപ്ലൈൻ്റ് ആണ്, പുതിയതൊരെണ്ണം വാങ്ങാൻ പോവുകയാണെന്ന് അറിഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. ഇല്ല, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. വാങ്ങണം, ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. അവളൊരു വല്ലായ്മയോടെ തന്നെ അവനോട് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് TV വേണമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? പെട്ടെന്ന് തന്നെ അവൾ അവനോട് ചോദിച്ചു. അതു കേട്ട് അവനൊന്ന് ചിരിച്ചു. അതൊക്കെ ഞങ്ങൾ അറിയും മാഡം. അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അവൾക്കെന്തോ ആ ചിരി അത്ര പിടിച്ചില്ല. ഞാനൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ? പെട്ടെന്ന് അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് അവളോട് ചോദിച്ചു. അവളൊരു നിമിഷം ഞെട്ടി. എന്തിന്? അവൾ ചോദിച്ചു. അതൊക്കെയുണ്ട്. അവൻ പിന്നീടൊന്നും പറയാതെ അകത്തേക്ക് നടന്നു. അങ്ങനെയൊരു കാര്യം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അറിയാതെ തന്നെ വാതിലിൻ്റെ മുൻപിൽ നിന്നും മാറിക്കൊടുത്തു. അവളെ കടന്ന് അവൻ അകത്തേക്ക് പോയതും അവനിൽ നിന്നും വില കൂടിയ ഏതോ ഒരു പെർഫ്യൂമിൻ്റെ ഗന്ധം അവിടമാകെ പരന്നു. അവൻ അവിടമാകെ ഒന്ന് നോക്കി. അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു വന്നു. ഹാളിലേക്ക് കയറിയതും അവൻ്റെ മുഖം ചുളിയുന്നത് അവൾ കണ്ടു. പക്ഷേ ആ ചൊളിച്ചിലിനപ്പുറം അവൻ്റെ ഉള്ളിലെന്തെന്ന് അവൾക്ക് മനസ്സിലായില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു മേശയും ഇരിക്കാൻ 2 കസേരയും മാത്രമുണ്ട് ഹാളിൽ. മറ്റൊന്നും ഹാളിൽ കാണുന്നില്ല. എല്ലായിടവും ഒഴിഞ്ഞു കിടക്കുന്നു. ഹാളിൽ നിന്നും 2 മുറികളിലേക്ക് കടക്കാം. അവയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. പിന്നെ ഒരു വാതിൽ അടുക്കളയിലേക്കുള്ളതാണ്. അത് തുറന്നു കിടക്കുന്നുണ്ട്. എങ്കിലും അവൻ അവിടേക്ക് ചെന്നു നോക്കിയില്ല. TV പഴയത് ഉണ്ടായിരുന്നില്ലേ? അവനൊന്ന് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേടായപ്പോൾ വിറ്റു. അവൾ അങ്ങനെയാണ് പറഞ്ഞത്. അവൾക്ക് അങ്ങനെയാണ് പറയാൻ തോന്നിയത്. അവനൊന്ന് മൂളി. ഇവിടെ ഫ്രിഡ്ജുണ്ടോ? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. അവൾക്കാകെ വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടേക്ക് വന്ന് ഇതെല്ലാം ചോദിക്കുന്നത്? അവളൊരു നീരസത്തോടെ തന്നെ അവനോട് ചോദിച്ചു. ഞാനോ? ചോദിച്ചുകൊണ്ട് അവൻ അവിടെ ഇട്ടിരുന്ന ആ കസേരയിലേക്കിരുന്നു. അവൾക്ക് ആകെ വല്ലാതെയായി. എന്തിനാണ് ഇയാൾ ഇവിടെ അകത്ത് വന്നിരിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉമ്മറത്തിരുന്ന് സംസാരിച്ചാൽ പോരെ? അവൾ ചിന്തിച്ചു. നിങ്ങൾ ഏതായാലും ഒരു TV വാങ്ങാൻ പോവുകയല്ലേ? എങ്കിൽ പിന്നെ അത് ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും തന്നെ വാങ്ങൂ, അവൻ പറഞ്ഞു. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. അപ്പോൾ അതാണ് കാര്യം. നിങ്ങളോട് ആരാ പറഞ്ഞേ ഞങ്ങൾ TV വാങ്ങാൻ പോവുകയാണെന്ന്? അവൾ അവനോട് ചോദിച്ചു. അതായിരുന്നു അവൾക്ക് അറിയേണ്ടിയിരുന്നത്. ആരോടും ഇതേപ്പറ്റി പറഞ്ഞിട്ടോ അന്വേഷിച്ചിട്ടോ ഇല്ല. പിന്നെങ്ങനെ? പിന്നെ 2 ദിവസം മുൻപ് ടൗണിൽ വെച്ച് ഒരു കൂട്ടുകാരിയെ കണ്ടിരുന്നു. അവളോട് സംസാരിക്കുന്നതിനിടയിൽ TV വാങ്ങണമെന്ന് വെറുതെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഇനി അവളെങ്ങാനും ആയിരിക്കുമോ ഇവരെ ഇങ്ങോട്ടയച്ചത്? അവൾ ചിന്തിക്കാതിരുന്നില്ല. ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് ആരും പറഞ്ഞതല്ല. കുറച്ചു ദിവസം മുൻപ് നിങ്ങൾ ടൗണിൽ വെച്ച് TV വാങ്ങുന്നതിനെ പറ്റി സംസാരിച്ചില്ലേ? ഞങ്ങളുടെ ഷോപ്പിൻ്റെ മുൻപിൽ വെച്ചായിരുന്നു അത്. ഇന്നലെ ഇവിടെ തൊട്ടടുത്ത് സാധനം ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴാണ് നിങ്ങളെ ഇവിടെ കണ്ടത്. എന്നാ പിന്നെ വന്ന് അന്വേഷിക്കാമെന്ന് കരുതി, അവൻ പറഞ്ഞു. അതുകേട്ട് അവളൊന്ന് ചിരിച്ചു. വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വേണ്ട. ഏട്ടൻ ഇവിടെയില്ല. ഏട്ടനോട് ചോദിച്ചിട്ട് പറയാം, അവൾ പറഞ്ഞു. ആളെപ്പോഴാണ് വരിക? അവൻ വീണ്ടും ചോദിച്ചു. ഒരാഴ്ചയെടുക്കും, അവൾ പറഞ്ഞതും അവൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ഇവിടെ നാട്ടിലില്ലേ? ഇല്ല, ഏട്ടന് ലോറിയിൽ പോകുന്ന പണിയാ. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എടുക്കും, അവൾ പറഞ്ഞു. കുഞ്ഞുങ്ങൾ?
അവൻ വീണ്ടും ചോദിച്ചു. അവൾ അവനെ തന്നെയൊന്ന് നോക്കി. ടി വി വിൽക്കാൻ വന്നാൽ വിറ്റിട്ട് പോയാൽ പോരെ? എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചോദിക്കാൻ നിൽക്കുന്നത്? അവൾ ചിന്തിച്ചു. ഇല്ല, അവൾ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. കല്യാണം ഈ അടുത്ത് കഴിഞ്ഞേ ഉള്ളൂ അല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. അവനെ വെറുതെയൊന്ന് നോക്കിയതേയുള്ളൂ. ഞാൻ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ. അല്ല, തന്നെ കണ്ടാൽ അധികം വയസ്സ് പറയില്ല. പിന്നെയും എന്തൊക്കെയോ പറയണമെന്ന് അവനുണ്ടായിരുന്നു. പക്ഷേ അവളുടെ നോട്ടം കണ്ടതും അവൻ തൻ്റെ വാക്കുകൾ പാതിയിൽ വെച്ച് വിഴുങ്ങി. നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പലതുമുണ്ട്. അതെല്ലാം നമുക്ക് ശരിയാക്കാം. ആദ്യം ടി വി വരട്ടെ, ബാക്കിയെല്ലാം നമുക്ക് പതിയെ ചെയ്യാം. അവൻ പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. അവൾക്ക് അവൻ പറഞ്ഞതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൻ ഉമ്മറത്തേക്ക് നടന്നതിൻ്റെ പിന്നാലെ അവളും ഉമ്മറത്തേക്ക് ചെന്നു. അവൻ മുറ്റത്തേക്കിറങ്ങി ചെന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇടവഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന ചെറിയൊരു വണ്ടി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ അതിനരികിലേക്കാണ് ചെന്നത്. അവൻ അതിലുള്ള ആളോട് എന്തോ പറയുന്നുണ്ട്. അതുകേട്ട് അയാൾ തല കുലുക്കിക്കൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. പിന്നെ വണ്ടിയിൽ നിന്നും വലിയൊരു പെട്ടി എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. അയാൾക്ക് പിറകെ അവനും ഉമ്മറത്തേക്ക് കയറി. എന്താ ഇത്? ടി വി വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഇതൊന്നും വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഏട്ടൻ വന്ന് ഏട്ടനോട് ചോദിച്ചിട്ട് വാങ്ങാം. വാങ്ങുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കടയിൽ നിന്നും തന്നെ വാങ്ങിക്കോളാം, അവൾ പറഞ്ഞു. അതുകേട്ട് അവനൊന്ന് ചിരിച്ചു. നിങ്ങളിത് അകത്തു കൊണ്ടുപോയി വെക്കൂ. അവൾ പറഞ്ഞത് കേട്ട് അകത്തേക്ക് കയറാതെ ടി വിയും പിടിച്ച് ഉമ്മറത്ത് തന്നെ നിന്ന് അയാൾ അവനെ നോക്കിയതും അവൻ അയാളോട് പറഞ്ഞു. അതുകേട്ട് അയാൾ അകത്തേക്ക് നടന്നു. നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ ടി വി ഒന്നും വേണ്ട, ഇവിടെ ഇപ്പോൾ തരാൻ പൈസയൊന്നുമില്ലെന്ന്, അവൾ വീണ്ടും അവനോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് അതിന് പണമൊന്നും ചോദിച്ചില്ലല്ലോ, അവനൊരു ചിരിയോടെ തന്നെ അവളോട് പറഞ്ഞു. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. പിന്നെ ഇതെല്ലാം വെറുതെയാണോ? അങ്ങനെയും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടി വിയുടെ ആവശ്യമുണ്ട്. വാങ്ങാൻ പൈസയില്ല. പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് ടി വി തരുന്നു. ഇതിൻ്റെ പൈസ നിങ്ങൾ അടവുകളായി അടച്ചാൽ മതി. അവൻ പറഞ്ഞതും അവൾക്ക് കാര്യം മനസ്സിലായി. പക്ഷേ അവൾക്ക് മനസ്സാകെ കലങ്ങി മറിയുന്നുണ്ടായിരുന്നു. ഏട്ടൻ വരുമ്പോൾ എന്തു പറയും? ഒരു ടി വി വാങ്ങാൻ കൊതിച്ചിരുന്നു എന്നത് സത്യമാണ്. ടി വി മാത്രമല്ല, ഒരു വീട്ടിലേക്ക് വേണ്ട പല സാധനങ്ങളും ഈ വീട്ടിലില്ല. അന്ന് തന്നെ കൂട്ടുകാരി മായ വന്നപ്പോൾ അവളുടെ മുൻപിൽ താൻ വല്ലാതെ ചെറുതായി പോയിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ച് അവളെ കണ്ടപ്പോൾ വെറുതെയെങ്കിലും ടി വി വാങ്ങുന്നതിനെക്കുറിച്ച് അവളോട് പറഞ്ഞത്. അല്ലെങ്കിലും ശരത്തേട്ടൻ്റെ കൂടെ ഇറങ്ങി വന്നതിന് ശേഷം ജീവിതം ഇങ്ങനെയാണ്. സ്വത്തും പണവും ഒന്നുമില്ലാത്ത കുടുംബത്തിലുള്ള എന്നെ സ്നേഹിച്ച് കെട്ടിയതുകൊണ്ട് ശരത്തേട്ടനെ ശരത്തേട്ടൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇപ്പോൾ ഈ ഒരു ചെറിയ വീടാണ് ഞങ്ങളുടെ സ്വർഗം. പണത്തിനും സുഖസൗകര്യങ്ങൾക്കും അല്പം കുറവുണ്ടെന്നേയുള്ളൂ. സ്നേഹത്തിന് ഒരു കുറവുമില്ല. ഇപ്പോൾ തന്നെ ലോറിയിൽ പോകാൻ ശരത്തേട്ടന് ഒട്ടും മനസ്സുണ്ടായിട്ടല്ല. എത്രയും വേഗം സ്വന്തമായി ഒരു വീടുണ്ടാക്കി ആ വീട്ടിലെ റാണിയാക്കി എന്നെ വെക്കണമെന്ന ശരത്തേട്ടൻ്റെ ആഗ്രഹം. അതെപ്പോഴും പറയുകയും ചെയ്യും. എല്ലാവരുടെയും മുൻപിൽ നന്നായി ജീവിച്ചു കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശി കൂടി ഇതിന് പിറകിലുണ്ടെന്നതും ഒരു സത്യമാണ്. അതിനു വേണ്ടിയാണ് ഈ ജോലിക്ക് പോകുന്നത് തന്നെ. ഇതുപോലെ കുറേ ദിവസത്തേക്ക് ഓട്ടം പോകുമ്പോൾ കുറേ പൈസ കിട്ടുമെന്നാ പറയുന്നേ. പക്ഷേ എന്നെ ഇവിടെ തനിച്ചാക്കി പോകാൻ പേടിയായതുകൊണ്ടാണ് തൊട്ടടുത്ത വീട്ടിലെ രാധേച്ചിയെ രാത്രിയിൽ കൂട്ടുകിടക്കാൻ ഏൽപ്പിച്ചു പോകുന്നത്. എങ്കിലും ശരത്തേട്ടന് പേടിയാണ്. വീടും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് പോന്നിട്ട് അധികമായിട്ടില്ല. 2 മാസം ആകുന്നേയുള്ളൂ. പണത്തിലോ വലിയ സുഖസൗകര്യത്തിലോ ഒന്നും അവൾ ഒരിക്കലും ഭ്രമിച്ചിട്ടില്ല. ശരത്തിൻ്റെ സ്നേഹം, അതുമാത്രം മതിയായിരുന്നു അവൾക്ക്. അവൻ്റെ കൂടെ ഏത് ഇല്ലായ്മയിൽ ജീവിക്കാനും അവൾക്ക് മടിയില്ലായിരുന്നു. കൂടെ വന്ന അയാൾ ടി വി എടുത്ത് ചുമരിൽ സെറ്റ് ചെയ്തു. അവളൊന്നും പറഞ്ഞില്ല. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞാലും അവൻ കേൾക്കില്ലെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിലും തൻ്റെ സമ്മതത്തോടെയല്ലല്ലോ ഇത്രയും ചെയ്തത് പോലും. അവൾ പതിയെ വാതിലിൽ ചാരി അവർ ചെയ്യുന്നത് നോക്കി നിന്നു. അപ്പോഴും അവൾക്കുള്ളിൽ ശരത്തിൻ്റെ മുഖമായിരുന്നു. ഇതറിഞ്ഞാൽ തന്നോട് ദേഷ്യപ്പെടില്ലായിരിക്കും. എങ്കിലും ഇതിൻ്റെ പൈസ ശരത്തേട്ടൻ എങ്ങനെ അടച്ചു തീർക്കും എന്നതായിരുന്നു അവളുടെ ടെൻഷൻ. കുറച്ചു കഴിഞ്ഞതും മറ്റു 2 ചെറുപ്പക്കാർ കൂടി അവിടേക്കെത്തി. അവർ റോഡിലൂടെ പോകുന്ന കറുത്ത കേബിളിൽ നിന്നും ഒരു കമ്പി വീട്ടിലേക്ക് വലിച്ചെടുത്തു. ഇവരെയും ഇവർ വിളിച്ചതാണോ? അവൾക്കൊരു നിമിഷം വിശ്വസിക്കാനായില്ല. ഇവർക്കെന്താ വട്ടാണോ? അവൾ ചിന്തിച്ചു. ഇവരെയും നിങ്ങളാണോ വിളിച്ചത്?
അവൾ അവനെ നോക്കി പതിയെ ചോദിച്ചു. അതുകേട്ട് അവനൊന്ന് അവളെ നോക്കി ചിരിച്ചു. അതെ, പേടിക്കേണ്ട, അവർക്കുള്ള പൈസയും ഞങ്ങൾ കൊടുക്കും. അത് ടിവിയുടെ വിലയുടെ കൂടെ ചേർത്തോളാം, അവൻ പറഞ്ഞു. എന്തോ അവൾക്കുള്ളിൽ വല്ലാത്ത പ്രയാസം തോന്നി. ഇതെല്ലാം കൂടി എവിടെ ചെന്നെത്തും ദൈവമേ. ആദ്യമേ വേണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. എത്ര നിർബന്ധിച്ചാലും സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും നടക്കുമോ? പെട്ടെന്നൊരു ദിവസം ഒരാൾ കയറി വരുന്നു, ടി വി വെക്കുന്നു, കേബിൾ വലിക്കുന്നു. അവൾക്ക് വല്ലാത്ത അതിശയം തോന്നി. പെട്ടെന്നൊരു ശബ്ദം കേട്ടതും അവളൊന്ന് ഞെട്ടി. അത്ര നേരം ചിന്തയുടെ ഏതോ ലോകത്തായിരുന്നു. നോക്കുമ്പോൾ ടി വിയിൽ നിന്നാണ്. അവർ ഓരോ ചാനലുകളായി മാറ്റി നോക്കുകയാണ്. അവൾ അതെല്ലാം ഒരു സ്വപ്നത്തിലെന്ന പോലെ നോക്കി നിന്നു. എന്നാ ശരി, ബില്ല് ഞാൻ നാളെ കൊണ്ടുവരാം. അത്രയും പറഞ്ഞുകൊണ്ട് വന്നവരുടെ കൂടെ തന്നെ ആ ചെറുപ്പക്കാരനും പുറത്തേക്കിറങ്ങി. അവിടെ നിൽക്കൂ, ഈ ടി വിയുടെ വില എത്രയാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ, അവൾ പിറകിൽ നിന്നും ചോദിച്ചു. ഇത് 15 രൂപയുടെ ചെറിയ ടി വിയാണ്. നിങ്ങൾ 12 തന്നാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും സമയം കൊടുക്കാത്തതുപോലെ അവൻ ആ വണ്ടിയിൽ കയറി പോയിരുന്നു. അവളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. 15 രൂപയുടെ ടി വിയോ? 12 രൂപ അടച്ചാൽ മതിയെന്നോ? അയാൾ എത്ര നിസ്സാരമായാണ് ഇത് പറഞ്ഞിട്ട് പോയത്. ഈ പൈസ ശരത്തേട്ടൻ എങ്ങനെ അടച്ചു തീർക്കുമാവോ? അല്പസമയം അവർ പോയ വഴിയെ നോക്കി നിന്നു. അവൾക്കൊന്നും വിശ്വസിക്കാനായില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ അവൾക്ക് തോന്നി. എന്നാൽ അതൊന്നും ഒരു സ്വപ്നമല്ലെന്ന് തെളിയിക്കാനായി ചുമരിൽ സെറ്റ് ചെയ്തു വെച്ച ടി വിയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഒഴിവ് കിട്ടിയപ്പോൾ ശരത്ത് അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പതിവ് പോലെ സംസാരിച്ചെങ്കിലും അവളെന്തോ ടി വിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നു. എങ്കിലും എന്തോ ഒരു പേടി. അത് അവളെ പറയുന്നതിൽ നിന്നും പിറകോട്ട് വലിച്ചു. എന്തായാലും ശരത്തേട്ടൻ വരുമ്പോൾ അറിയുമല്ലോ, അപ്പോൾ അറിയട്ടെ എന്നവൾ കരുതി. രാത്രി അവൾ ടി വിക്ക് മുൻപിലിരുന്ന് സിനിമ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചു. എത്ര വേഗമാണ് കഴിച്ചു തീർന്നതെന്ന് അവൾ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ശരത്തില്ലാത്തപ്പോൾ അവൾ ഒറ്റയ്ക്കിരുന്നല്ലേ കഴിക്കാറ്. എന്തെങ്കിലുമൊക്കെ ആലോചിച്ചു കൂട്ടി മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ കഴിക്കാറ്. കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാധേച്ചി വന്നു. അവർ വരുമ്പോൾ ഹാളിലെ ടി വി ഓണാണ്. ഒരു നിമിഷം അവർ അതിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. ശിവമോളെ, ഇതെപ്പോ വാങ്ങി? അവർ ടി വിയിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ ചോദിച്ചു. ഇന്ന് ഉച്ചയ്ക്ക്. രാധേച്ചി കുറച്ച് ചോറ് കഴിക്കുന്നോ? ചോദിച്ചുകൊണ്ട് അവൾ പ്ലേറ്റും ഗ്ലാസും എടുത്ത് കസേരയിൽ നിന്നും എഴുന്നേറ്റു. ഞാൻ കഴിച്ചിട്ടാ മോളെ വന്നത്. മോൾ ചെന്ന് കൈ കഴുകിയിട്ട് വാ, നമുക്ക് ഇത്തിരി നേരം ടി വി കാണാം. പറഞ്ഞുകൊണ്ട് അവർ അവിടെയുണ്ടായിരുന്ന കസേരയിലേക്കിരുന്നു. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ശിവാനി അടുക്കളയിലേക്ക് നടന്നു. ശരത്തേട്ടൻ അറിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നോർത്ത് അവൾക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. ശരത്തേട്ടൻ ചിലപ്പോൾ ഒന്നും പറയില്ലായിരിക്കും. എങ്കിലും ഈ പണം അടച്ചു തീർക്കേണ്ടേ? തനിക്കും ഒരു ജോലി ഉണ്ടായിരുന്നേൽ നന്നായിരുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിച്ചത് സംഭവിച്ചു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഇതിന് എത്രയായി മോളെ? കാണുന്നതിനിടയിൽ രാധേച്ചി ചോദിച്ചു. 15 രൂപയുടെ ടി വി ആണെന്നാ പറഞ്ഞേ. പക്ഷേ 12 കൊടുത്താൽ മതി, അവൾ പറഞ്ഞു. ആണോ? അത്രയൊക്കെ കുറച്ച് തരുമോ? അവർ വീണ്ടും ചോദിച്ചു. എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു, അതായിരിക്കും. അവൾ പറഞ്ഞതും അവരൊന്ന് മൂളി. എന്നിട്ട് ഇതിൻ്റെ പൈസ മൊത്തം അടച്ചോ? അത്രയൊക്കെ ഉണ്ടായിരുന്നോ കയ്യിൽ? രാധേച്ചി അവളുടെ മുഖത്തേക്ക് നോക്കി. ഇല്ല, അടവിന് എടുത്തതാ, മാസം അടച്ചു കൊടുക്കണം. ആ, എന്തായാലും നല്ല ടി വിയാ, കാണാൻ നല്ല രസമുണ്ട്. മോൾക്ക് ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാലോ. അവരവളെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. അവളും അവരെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അപ്പോഴും എന്തോ ഒരു ഭാരം അവൾക്കുള്ളിൽ കിടന്ന് പുകയുന്നുണ്ടായിരുന്നു. എന്നാ ഞാൻ കിടക്കട്ടെ മോളെ, നാളെ നേരത്തെ എണീക്കണ്ടേ? പറഞ്ഞുകൊണ്ട് അവർ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അവർ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അവരെഴുന്നേറ്റതും അവർക്ക് പിറകെ അവളും എഴുന്നേറ്റ് ചെന്ന് ടി വി ഓഫാക്കി. രാധേച്ചിയും അവളും കട്ടിലിൽ ഒരുമിച്ചാണ് കിടക്കുന്നത്. കുറച്ചു കഴിഞ്ഞതും അവരുടെ കൂർക്കം വിളിയുടെ ശബ്ദം ആ മുറിയിലാകെ നിറഞ്ഞു നിന്നു. ആദ്യം ഈ ശബ്ദം അവളിലൊരു വെല്ലായ്മ തീർത്തിരുന്നു. ഉറങ്ങാൻ വല്ലാത്തൊരു പ്രയാസമായിരുന്നു. പിന്നീട് അത് കേട്ട് അവൾക്കൊരു ശീലമായി. പക്ഷേ ഇന്നവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ചിന്തകൾ ഉറക്കത്തെ അവളുടെ കണ്ണിൽ നിന്നും ദൂരേക്ക് മാറ്റി നിർത്തി. പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ രാധേച്ചി എഴുന്നേറ്റ് പോയിരുന്നു. അടുക്കളയിൽ കയറി നല്ലൊരു ചൂട് കാപ്പി ഇട്ട് കുടിച്ചു.
ശേഷം കുളിച്ചു വന്ന് ശരത്തിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴേക്കും ശരത്തിൻ്റെ കോൾ എത്തിയിരുന്നു. ശരത്തേട്ടാ പറയ്, അവൾ ഫോൺ എടുത്തതും പറഞ്ഞു. അവളുടെ ശരത്തേട്ട എന്ന വിളി കേട്ടതും മറുപുറത്തു നിന്ന അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. എഴുന്നേറ്റിരുന്നോ? അവൻ ചോദിച്ചു. ദേ ഇപ്പോൾ കുളിച്ചു വന്നു. ശരത്തേട്ടനെ വിളിക്കാൻ വേണ്ടി പോവുമായിരുന്നു ഞാൻ. അപ്പോഴാ ഏട്ടൻ വിളിച്ചേ, അവൾ പറഞ്ഞു. രാധേച്ചി പോയോ? അവൻ ചോദിച്ചു. ഓ, കുറച്ചു നേരത്തെ. ശരത്തേട്ടൻ ചായ കുടിച്ചോ? ഇല്ല, കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ ചോദിച്ചു. അവളെ അവിടെ തനിച്ചാക്കി പോയാൽ അവന് സമാധാനക്കേടാണ്. ഇടയ്ക്ക് വിളിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ല ശരത്തേട്ടാ, ശരത്തേട്ടൻ ഒന്ന് വേഗം വന്നേച്ചാ മതി, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം മാറുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവനെന്തോ ഒരു വേദന തോന്നി. നമുക്കൊന്ന് പിടിച്ചു നിൽക്കാനായാൽ പിന്നെ ശരത്തേട്ടൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും. അത് നിനക്കറിയില്ലേ? എന്നാ ശരി, വണ്ടിയെടുക്കാനായി. ഞാൻ ഫോൺ വെക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചേക്കണേ. ഞാൻ ഫ്രീ ആകുമ്പോൾ വീഡിയോ കോൾ ചെയ്യാം. ശരത്തേട്ടാ സൂക്ഷിക്കണേ, വേഗം വരാൻ നോക്കണേ. ഫോൺ വെക്കുന്നതിന് മുൻപായി അവൾ പറഞ്ഞു. ആ, ഞാൻ വിളിക്കാം, നീ വെച്ചോ. ശരത്ത് ഫോൺ വെച്ചു. ഒരു നിമിഷം അവൾക്കുള്ളിലൂടെ പല ചിന്തകളും കടന്നുപോയി. പാവം ശരത്തേട്ടൻ, ഇത്ര പൈസയുടെ ഒരു ചെലവ് ഞാൻ ഉണ്ടാക്കി വെച്ചത് അറിയുന്നില്ലല്ലോ. അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഞാൻ ശരത്തേട്ടനെ ബുദ്ധിമുട്ടിച്ചു എന്ന് കരുതില്ലേ? അവൾക്ക് വല്ലായ്മ തോന്നി. അവൾ ചോറിനുള്ള അരി അടുപ്പത്തിടുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. ആരായിരിക്കും? ടിവിയുടെ ആളായിരിക്കുമോ? അവൾ അതും ആലോചിച്ചുകൊണ്ടാണ് ഉമ്മറത്തേക്ക് നടന്നത്. അവളുടെ ചിന്ത ശരിയായിരുന്നു. അത് അവൻ തന്നെയായിരുന്നു. വാതിൽ തുറന്നത് മുൻപിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾക്കൊരു വേള അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. താൻ ആവശ്യപ്പെടാതെ തനിക്ക് വലിയൊരു തലവേദന ഉണ്ടാക്കി തന്നിരിക്കുന്നു. അല്ല, അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ TV ഒന്നും വേണ്ടെന്ന് താനും ഉറപ്പിച്ച് പറയണമായിരുന്നു. അവളിൽ നിന്നും ഒരു നെടുവീർ പടർന്നു വീണു. അവൻ അകത്തേക്ക് കയറിയില്ല. ഉമ്മറത്തേക്ക് കയറി അവിടെയിരുന്ന കസേരയിലേക്കിരുന്നു. TV എങ്ങനെയുണ്ട്? ഇന്നലെ ഉപയോഗിച്ചിരുന്നോ? അവൻ ചോദിച്ചു. അവൾ അതേ എന്ന് തലയാട്ടി. ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടോ? ആകെ മൊത്തം എത്ര പൈസയായി? എത്രയാണ് അടവ്? അവൾ ചോദിച്ചു. ദാ എല്ലാം ഇതിലുണ്ട്, പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ ആ ബില്ല് നീട്ടി. കേബിൾ വലിച്ചതിൻ്റെ 2000 രൂപ കൂടി ചേർത്ത് 14,000 രൂപ. അതുകണ്ട് ഒരു നിമിഷം തലയിൽ ആരോ അടിച്ചതുപോലെ അവൾക്ക് തോന്നി. 14,000 രൂപ! എൻ്റെ ഈശ്വര, ശരത്തേട്ടനോട് ഞാൻ എന്തു പറയും? അവൾക്ക് തല കറങ്ങി. കേബിൾ വലിച്ചതുകൂടി ചേർത്താണ് 14,000. ടിവിയുടെ പൈസ 12,000 ആണ്. മാസം 1000 രൂപ വെച്ച് 12 മാസത്തെ അടവ്, അവൻ പറഞ്ഞു. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവളാകെ പകച്ചു നിൽക്കുകയാണ്. ഒന്നും വേണ്ടിയിരുന്നില്ല. നിനക്ക് ആദ്യമേ വാ തുറന്ന് പറയാമായിരുന്നില്ലേ? അവളുടെ മനസ്സ് വീണ്ടും അവളെ ശകാരിച്ചു. എന്തേ, ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അല്ലേ? അവളുടെ നിൽപ്പും ഭാവവും കണ്ട് അവൻ ചോദിച്ചു. അവളുടെ പ്രയാസം അവൻ മനസ്സിലാക്കിയതിൽ അവൾക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. ഇതാണ് ഏറ്റവും വില കുറഞ്ഞ TV. ഇതിലും വില കൂടിയത് എടുത്താൽ നിങ്ങൾക്ക് താങ്ങില്ല, അവൻ പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി. അതിന് TV വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ ഇങ്ങോട്ട് കയറി വന്ന് നിർബന്ധിച്ച് എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചത്? ചോദിക്കാതിരിക്കാൻ അവൾക്കായില്ല. അവൾ ചോദിച്ചു. അതു കേട്ട് അവനൊന്ന് ചിരിച്ചു. നിങ്ങൾക്ക് ഒരു ടിവിയുടെ ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ കൂട്ടുകാരിയോട് അത് പറഞ്ഞത്? പിന്നെ മൊത്തം വിലയും കൊടുത്ത് ആർക്കും ഒന്നും വാങ്ങാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് വാങ്ങുന്നത്. പേടിക്കേണ്ട, നിങ്ങൾക്ക് നഷ്ടമൊന്നും സംഭവിച്ചില്ലല്ലോ. നല്ലൊരു TV സ്വന്തമായി കിട്ടിയില്ലേ? അവളെ കൂടുതൽ സങ്കടത്തിലാക്കേണ്ട എന്ന് കരുതി അവൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ? അവൾ അവനോട് ചോദിച്ചു. എന്താ, പറഞ്ഞോളൂ. അത് ഈ TV ഇവിടെ വേണ്ട, നിങ്ങളിത് കൊണ്ടുപോയിക്കോളൂ, അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴും അവൾക്ക് എന്തോ ആ TV വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. അതു കേട്ട് അവൻ ചിരിക്കുകയാണ് ചെയ്തത്. തൽക്കാലം ഞാനിത് കൊണ്ടുപോകുന്നില്ല. അടവിന് എടുത്തതല്ലേ, അടവ് അടയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഇല്ലെങ്കിൽ നമുക്ക് അപ്പോൾ എന്തെങ്കിലും തീരുമാനിക്കാം, പറഞ്ഞുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി. അവളെ ഒന്ന് നോക്കി തലയാട്ടിയ ശേഷം ഇടവഴിയിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിലേക്ക് കയറി അത് മുൻപോട്ടെടുത്തു. വൈകിട്ട് ശരത്ത് ഫോൺ വിളിച്ചിരുന്നു. വീഡിയോ കോൾ ആയിരുന്നു.
മുറിയിലിരുന്ന് സംസാരിച്ചതുകൊണ്ട് തന്നെ ഹാളിലിരിക്കുന്ന TV അവൻ കണ്ടില്ല. ശിവാനി മനഃപൂർവ്വം അതേക്കുറിച്ച് അവനോടൊന്നും പറഞ്ഞതുമില്ല. രാത്രിയിൽ രാധേച്ചിക്കൊപ്പം TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവൾ ചിന്തിച്ചു, ഇപ്പോൾ ഈ ഒരു TV വാങ്ങിയത് കൊണ്ട് എന്താണ് പ്രശ്നം? എന്തായാലും ഒരു TV വാങ്ങണമായിരുന്നു. ഇതിപ്പോൾ മൊത്തം പൈസ കൊടുത്തിട്ടുമല്ലല്ലോ, അടവിനല്ലേ. മാസം അടച്ചു കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടറിയില്ല. ഇന്നെങ്ങാനും ഈ TV തിരികെ കൊണ്ടുപോയിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും അവൾക്ക് വിഷമം തോന്നി. ദിവസങ്ങൾ പതിയെ മുൻപോട്ട് പോയി. ശരത്ത് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ കാണുന്നത് ഹാളിലിരിക്കുന്ന വലിയ TVയാണ്. അവനൊന്ന് അവളെ തന്നെ നോക്കി. അവളുടെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ അവനൊന്നും പറയാൻ തോന്നിയില്ല. താൻ പോയാൽ ഏതായാലും അവൾ ഇവിടെ തനിച്ചല്ലേ. ഇതിപ്പോ എന്തെങ്കിലും കണ്ടിരുന്നാൽ നേരം പോകുന്നത് അറിയില്ലല്ലോ. ദേഷ്യപ്പെടുമെന്ന് കരുതി തല കുനിച്ചു നിന്ന അവളെ അവൻ ഇറുക്കെ പുണർന്നുകൊണ്ട് പതിയെ ആ കവിളിലൊന്ന് ചുണ്ടമർത്തി. അവൾ വിടർന്ന കണ്ണുകളോടെ മുഖമുയർത്തി നോക്കിയതും കാണുന്നത് കള്ളച്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവനെയാണ്. അവൾ സന്തോഷത്തോടെ അവൻ്റെ കവിളിൽ അമർത്തി മുത്തി. പിന്നെ പതിയെ ആ നെഞ്ചിലേക്ക് ചേർന്നു നിന്നു. അന്ന് അവൻ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ രാധേച്ചി കൂട്ടുകിടക്കാൻ വന്നില്ല. അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്ന് അന്ന് രാത്രി അവർ ഒത്തിരി നേരം TV കണ്ടു. ഏതോ സിനിമയിലെ റൊമാൻസ് രംഗം സ്ക്രീനിൽ തെളിഞ്ഞതും ശരത്തൊന്ന് പതിയെ അവളെ നോക്കി. തന്നെ അവൾ നോക്കുന്നില്ല. എങ്കിലും അവൻ്റെ നോട്ടം കണ്ടിട്ടോ എന്തോ പിടയ്ക്കുന്ന അവളുടെ കണ്ണുകളും വേഗത്തിൽ മിടിക്കുന്ന അവളുടെ നെഞ്ചിടിപ്പും അവനറിഞ്ഞു. അവൻ ചെന്ന് TV ഓഫാക്കി. പതിയെ അവളെയും കൂട്ടി മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ 2 ആഴ്ച തമ്മിൽ കാണാതിരുന്നതിൻ്റെ എല്ലാ പരിഭവവും പരസ്പരം സ്നേഹിച്ചു തീർക്കണമെന്ന വാശിയിലായിരുന്നു ഇരുമനസ്സും. അവരുടെ പ്രണയസംഗമത്തിന് കൂടുതൽ സൗന്ദര്യമേകാൻ ദൂരെ രാപ്പാടി അവർക്കായി മാത്രമൊരു മനോഹരമായ പാട്ട് പാടി തുടങ്ങിയിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ശരത്ത് വീണ്ടും വണ്ടിയിൽ കയറി. പോകുമ്പോൾ അവളെ ചേർത്തു പിടിച്ച് മതിവരുവോളം അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു അവൻ. അവൾക്കും അതെ. അവൻ്റെ സ്നേഹച്ചൂടിൽ നിന്നും അകന്നു മാറാൻ കഴിയാതെ അവൾ പൊള്ളിപ്പിടഞ്ഞു. അവനോട് ചേർന്നിങ്ങനെ ഇരുന്നാൽ മാത്രം മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തള്ളവിരലാൽ തുടച്ചു മാറ്റി അവൻ പോകുമ്പോൾ ആ വാതിൽക്കൽ എല്ലാ വേദനകളും അടക്കി പിടിച്ചെന്ന പോലെ അവൾ അങ്ങനെ തറഞ്ഞു നിന്നു. പോകുന്നതിനു മുൻപ് രാധേച്ചിയെ കണ്ട് അവളെ നോക്കണമെന്ന് പറയാനും അവൻ മറന്നിരുന്നില്ല. ശരത്ത് പോയതിൻ്റെ 2ാമത്തെ ദിവസം TV കൊണ്ടുകൊടുത്ത അവൻ വീണ്ടും വന്നു. കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ട് അവൾ ചെന്നു നോക്കി. TVയുടെ ആളാണെന്ന് കണ്ടതും അവൾ വേഗം അകത്തേക്ക് ചെന്ന് 1000 രൂപ എടുത്തുകൊണ്ട് വന്നു. പോകുമ്പോൾ അവളുടെ കയ്യിൽ ശരത്ത് ഏൽപ്പിച്ചതാണ്. അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേറെയും കുറച്ച് പൈസ അവൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ പൈസ. അവൾ അവനെ ഏൽപ്പിച്ചു. അവനൊരു ചിരിയോടെ തന്നെ അത് വാങ്ങി. ശേഷം ബില്ലെഴുതി അവൾക്ക് കൊടുത്തു. TV അങ്ങനെ നല്ലതല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ ചോദിച്ചു. ഇല്ല, നല്ലതാ. അവളൊരു നേർത്ത ചിരിയോടെ തന്നെ പറഞ്ഞു. ആ, അതാണ് ഞാൻ പറഞ്ഞില്ലേ നല്ലതാണെന്ന്. നിങ്ങളിങ്ങനെ പറയുന്നത് കേൾക്കുന്നതാ ഞങ്ങളുടെ സന്തോഷം. പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. പിന്നെ ഇവിടെ ഫ്രിഡ്ജുണ്ടോ? മുറ്റത്തേക്കിറങ്ങുമ്പോൾ അവൻ ചോദിച്ചു. ഇല്ല, അവൾ പതിയെ പറഞ്ഞു. പറയുമ്പോൾ അവൾക്കെന്തോ ഒരു വല്ലായ്മ തോന്നിയിരുന്നു. സാരമില്ല, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നും വാങ്ങുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജിന് ഓഫറുണ്ട്. 10 രൂപയ്ക്കൊരു ചെറിയ ഫ്രിഡ്ജ് കിട്ടും. ഞാൻ നാളെ കൊണ്ടുവരട്ടെ? അവൻ അവളോട് ചോദിച്ചു. അയ്യോ വേണ്ട, ഇത് തന്നെ ശരത്തേട്ടൻ ഒരു പാവമായതുകൊണ്ട് ഒന്നും പറയാഞ്ഞിട്ടാ. പൈസയുണ്ടായിട്ടല്ല, പിന്നെ എന്നെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ടാ. ഇനിയും ചോദിക്കാതെ വാങ്ങിയാൽ ശരിയാകില്ല, അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ തന്നെയാ എല്ലാവരും ഓരോ സാധനങ്ങൾ വാങ്ങുന്നത്. ഞാൻ നാളെ വരാം. പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ അവൻ ബൈക്കെടുത്തു പോയി. പിറ്റേന്ന് അവൻ വന്നു. വരുമ്പോൾ ഒരു വണ്ടി കൂടി കൂടെയുണ്ട്. അതിലൊരു ഫ്രിഡ്ജും. അവൻ കോളിംഗ് ബെൽ അടിച്ചതും അവൾ വാതിൽ തുറന്നു. മുൻപിൽ നിൽക്കുന്നവനെ കണ്ട് അവളൊന്ന് തറഞ്ഞു നിന്നു. അകത്തേക്ക് വെച്ചോളൂ, അവൻ കൂടെ വന്ന 2 പേരോട് പറഞ്ഞതും അവർ 2 ആളും ചേർന്ന് ഫ്രിഡ്ജ് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് തിരികെ വന്നു. ബില്ലിതാട്ടോ പറഞ്ഞുകൊണ്ട് അവനൊരു കടലാസ് അവൾക്ക് നേരെ നീട്ടി. അവൾക്കത് വാങ്ങാൻ തോന്നിയില്ല. ബില്ല് വാങ്ങാതെ നിൽക്കുന്ന അവളെ കണ്ട് അവനത് മേശപ്പുറത്ത് വെച്ചു. ശേഷം പുറത്തേക്ക് നടന്നു. അവരങ്ങ് പോയിട്ടും അവൾ ഒരേ നിൽപ്പ് നിന്നു. എന്താണീ സംഭവിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അവൾക്കൊരു സ്വപ്നം പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞതും അവൾക്കൊരു കോൾ വന്നു. മായയാണ്. അന്ന് വഴിയിൽ വെച്ചു കണ്ട കൂട്ടുകാരി.
അവളും അവളുടെ ഒരു കൂട്ടുകാരിയും ഇവിടെ അടുത്തു വരെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടേക്കും വരാമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഒരു സാധനവുമില്ലേ എന്ന് പറഞ്ഞ് മൂക്കത്ത് വിരൽ വെച്ചവളാണ്. അന്ന് അവളുടെ മുൻപിൽ താൻ ഒരുപാട് ചെറുതായി പോയിരുന്നു. എങ്കിലും ശരത്തേട്ടൻ്റെ സ്നേഹം ആലോചിക്കുമ്പോൾ അതൊന്നും തനിക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. അവളൊന്ന് ചുറ്റും നോക്കി. ചുമരിൽ പിടിപ്പിച്ചിരിക്കുന്ന ആ വലിയ TV അവളെ നോക്കി ചിരിച്ചു. അവൾ അടുക്കളയിലേക്ക് നടന്നു. അവിടെ ഒരു മൂലയിൽ ഫ്രിഡ്ജ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവൾ അത് തുറന്നു നോക്കി. ഒന്നുമില്ല, കാലിയാണ്. അവൾ വേഗം ചെന്ന് പേഴ്സ് എടുത്തു നോക്കി. അതിൽ പൈസയുണ്ട്. പോകുമ്പോൾ ശരത്ത് കൊടുത്തിട്ട് പോയതാണ്. എന്തോ ആലോചിച്ച ശേഷം അവൾ നല്ലൊരു ചുരിദാറിട്ട് വാതിൽ പൂട്ടിയിറങ്ങി. നേരെ ചെന്നത് മാർക്കറ്റിലേക്കാണ്. അല്പമാണെങ്കിലും വേണ്ടതും വേണ്ടാത്തതുമായ എന്തൊക്കെയോ സാധനങ്ങൾ അവൾ വാങ്ങിച്ചു. മായയും കൂട്ടുകാരിയും വരുമ്പോൾ അവരുടെ മുൻപിൽ തലയുയർത്തി നിൽക്കണമെന്ന ഒറ്റ ചിന്തയെ അവൾക്കുണ്ടായിരുന്നുള്ളൂ. വേഗം വീട്ടിൽ തിരിച്ചെത്തി അതെല്ലാം ഫ്രിഡ്ജിൽ അടുക്കിപ്പെറുക്കി വെച്ചപ്പോഴേ അവൾക്ക് സമാധാനം കിട്ടിയുള്ളൂ. എല്ലാം എടുത്തു വെച്ചു കഴിഞ്ഞപ്പോൾ അവളൊന്ന് നോക്കി. ഫ്രൂട്ട്സും വെജിറ്റബിൾസും മറ്റ് ജ്യൂസ് ഐറ്റംസും ഒക്കെയായി ഫ്രിഡ്ജ് നിറഞ്ഞിട്ടുണ്ട്. അവളുടെ ചുണ്ടിലൊരു മനോഹരമായ ചിരി വിരിഞ്ഞു. ആവശ്യമില്ലാതെ ഓരോന്ന് വാങ്ങി ശരത്തിൻ്റെ എത്ര പൈസയാണ് തീർത്തതെന്ന് അവൾ ഓർത്തില്ല. അവൾക്കതൊന്നും ഓർക്കാൻ തോന്നിയില്ല എന്നതാണ് സത്യം. അവൾ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു. പിന്നീട് മായയും കൂട്ടുകാരിയും വരാനുള്ള കാത്തിരിപ്പിലായിരുന്നു അവൾ. കൂട്ടുകാരിക്ക് മുൻപിൽ ശിവാനിയെ ഒന്ന് താഴ്ത്തിക്കെട്ടാം എന്നൊരു ഗൂഢലക്ഷ്യത്തോടു കൂടിയായിരുന്നു മായ വന്നത്. എന്നാൽ അവളുടെ ഉദ്ദേശം പാടെ തകർന്നു വീണു. ചെറിയ വീടാണെങ്കിലും അത് വളരെ വൃത്തിയോടെ അടിച്ചുവാരി ഒതുക്കിയിട്ടിരുന്നു. പിന്നെ TVയും ഫ്രിഡ്ജും കൂടി കണ്ടതും മായയാകെ വല്ലാതെയായി. ഫ്രിഡ്ജിൽ കാര്യമായി ഒന്നും ഉണ്ടാകില്ലെന്ന് കരുതി തുറന്നു നോക്കിയ മായ അതിൽ നിറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കണ്ട് കണ്ണു തള്ളി. പുറമേ കാണിച്ചില്ലെങ്കിലും ശിവാനി അറിയുന്നുണ്ടായിരുന്നു മായയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ. അവളുടെ കണ്ണും മുഖവും തളരുന്നത് ശിവാനി ഒരു ചിരിയോടെ നോക്കി നിന്നു. അന്ന് അവർ അവിടെ നിന്നിറങ്ങിയതും ശിവാനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. താൻ പോലും പറയാതെ TVയും ഫ്രിഡ്ജും കൊണ്ടുതന്ന ആ ചെറുപ്പക്കാരനോട് അവൾക്ക് വല്ലാത്ത നന്ദിയും കടപ്പാടും തോന്നി. അത് അവൻ്റെ ജോലിയാണെങ്കിൽ പോലും. അന്ന് രാത്രി കൂട്ടുകിടക്കാൻ വന്നപ്പോൾ അടുക്കളയിൽ ഒരു ഭാഗത്തായിരിക്കുന്ന ഫ്രിഡ്ജ് കണ്ട് രാധേച്ചിയുടെ കണ്ണു തള്ളി. ഇതും അടവിനെടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ അവരവളെ ഒന്ന് നോക്കി. TVയുടെ അടവ് കഴിഞ്ഞിട്ട് പോരായിരുന്നോ മോളെ എന്നവർ അറിയാതെ ചോദിച്ചു പോയി. അതൊക്കെ അങ്ങനെ അങ്ങ് അടച്ചു പോകും രാധേച്ചി എന്നവൾ പറയുമ്പോൾ അവർക്കുള്ളിൽ തെളിഞ്ഞു വന്നത് ദിവസങ്ങളോളം വീട്ടിലേക്ക് വരാതെ ജോലിയെടുക്കുന്ന ശരത്തിൻ്റെ മുഖമായിരുന്നു. അവർക്ക് അവനോട് വല്ലാത്ത പാവം തോന്നി. അടയ്ക്കാനുള്ള സാമ്പത്തികമൊക്കെ ഇപ്പോൾ അവർക്കായിട്ടുണ്ടാകുമെന്ന് അവർ കരുതി. ദിവസങ്ങൾ പതിയെ മുൻപോട്ടു പോയി. TVയിൽ കാണുന്ന പല സാധനങ്ങളുടെയും പരസ്യങ്ങൾ അവളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് അതെല്ലാം സ്വന്തമാക്കുവാൻ ആഗ്രഹം തോന്നി. കുറച്ചു ദിവസം കൂടി മുൻപോട്ട് പോയതും ശരത്ത് തിരിച്ചെത്തി. മുറ്റത്ത് വന്ന് ബൈക്ക് നിർത്തിയതും കണ്ടു. ഉമ്മറത്തെ വാതിൽ തുറന്നു വരുന്നവളെ. തന്നെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു വരുന്നത് അവൻ്റെ മനസ്സ് തണുപ്പിച്ചു. വൈകിട്ട് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അവൻ കയറി വരുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. അവൾ വേഗം അവൻ്റെ അരികിലേക്ക് ഓടി വന്നവനെ ഇറുക്കെ പുണർന്നു. അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി, സ്നേഹം തോന്നി. അവൻ പതിയെ അവളുടെ മുടിയിലൂടെ തലോടി. അപ്പടി വിയർപ്പ, ഞാനൊന്ന് കുളിച്ചു വരട്ടെ, എന്നിട്ടെൻ്റെ പൊന്നിനെ സ്നേഹിക്കാവേ. അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. അവൾ അവനിൽ നിന്ന് അകന്നു മാറാതെ അവനെ നോക്കി. എന്തെങ്കിലും കുടിച്ചിട്ട് പോരെ? അവൾ ചോദിച്ചു. വേണ്ട, ഞാൻ വരുമ്പോൾ ഒരു ചായ കുടിച്ചിരുന്നു. ഇനി ഏതായാലും കുളിച്ചു വന്നിട്ട് മതി. ഊണിനെന്താ കൂട്ടാൻ? അവൻ ചോദിച്ചു. ചെമ്മീനുണ്ട്, കറി വെച്ചതും പൊരിച്ചതും, അവൾ പറഞ്ഞു. ആണോ, എന്നാ വിളമ്പിക്കോ, ഞാനിതേ വന്നു. അവൻ അത് പറഞ്ഞതും അവൾ വേഗം മുറിയിലേക്ക് ചെന്നു. അവൻ മുറിയിലേക്ക് വരുമ്പോഴേക്കും അവന് മാറ്റാനുള്ള ഡ്രസ്സും ഒരു തോർത്തും എടുത്ത് അവൾ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിരുന്നു. അവൻ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചതും അവൾ അടുക്കളയിലേക്ക് നടന്നു. അവൻ കുളിച്ചു വരുമ്പോഴേക്കും അവൾ കഴിക്കാനുള്ളതെല്ലാം പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ചിരുന്നു. നീ കഴിച്ചോ? കസേരയിലേക്ക് ഇരിക്കുമ്പോൾ അവൻ ചോദിച്ചു. ശരത്തേട്ടൻ വൈകിട്ട് എത്തുമെന്നല്ലേ പറഞ്ഞേ? അതുകൊണ്ട് ഞാൻ കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ കാത്തിരുന്നേനെ, അവൾ പറഞ്ഞു. അതു കേട്ട് അവനൊന്ന് ചിരിച്ചു. അവൻ്റെ മനസ്സ് നിറഞ്ഞു. വാ, ഇവിടെ വന്നിരിക്കി, പറഞ്ഞുകൊണ്ട് അവൻ അവളെ തനിക്കരികിലെ കസേരയിൽ ഇരുത്തിച്ചു. എന്നിട്ട് ആദ്യത്തെ ഉരുള അവൾക്ക് നേരെ നീട്ടി. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. എന്താടി മിഴിച്ചു നോക്കുന്നേ? വാ തുറക്ക്, അവൻ പറഞ്ഞു.
അവൾ പതിയെ വാ തുറന്നു. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവൾക്കും അവൻ വാരിക്കൊടുത്തു. ഒരു തവണ കഴിച്ചതാണെങ്കിലും എന്തോ അവൻ്റെ കൈയാൽ അവൻ വെച്ചു നീട്ടുമ്പോൾ അവൾക്ക് വീണ്ടും വിശക്കുന്നതായി തോന്നി. കഴിച്ചു കഴിഞ്ഞ് അവൻ തന്നെ പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങിയതും അവൾ വേഗം വന്നവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി. ഇങ്ങ് താ ശരത്തേട്ടാ, ഞാൻ കഴുകിക്കോളാം പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നതും ഒരു ചിരിയോടെ തന്നെ അവൻ ഹാളിലെ വാഷ് ബേസിനിൽ നിന്നും കൈ കഴുകി. ശേഷം അവനും അടുക്കളയിലേക്ക് നടന്നു. അവൾ പാത്രം കഴുകുകയാണ്. 2 ആഴ്ചയിൽ കൂടുതലായി അവളെ ഒന്ന് അടുത്ത് കണ്ടിട്ട് അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. അവളെ അരികിലിരുത്തി കൊതി തീരുവോളം സ്നേഹിക്കാൻ തോന്നി. അവൻ പതിയെ അവൾക്കരികിലേക്ക് നടന്നു. അപ്പോഴാണ് അടുക്കളയിൽ ഒരു ഭാഗത്തായി വെച്ചിരിക്കുന്ന ഫ്രിഡ്ജ് അവൻ കണ്ടത്. അവൻ്റെ കണ്ണൊന്ന് ചുരുങ്ങി. ഇതേതാ ഫ്രിഡ്ജ്? ഇതെപ്പോ വാങ്ങി? ചോദിച്ചുകൊണ്ട് അവൻ ഫ്രിഡ്ജിന് അടുത്തേക്ക് ചെന്നു. പാത്രം കഴുകിക്കൊണ്ടിരുന്ന അവളൊന്ന് ഞെട്ടി. അവൾ വേഗം തിരിഞ്ഞു നോക്കി. അവൻ ചെന്ന് ഫ്രിഡ്ജിൻ്റെ ഡോർ തുറന്നതും അവൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നതാണ് സത്യം. സാധനങ്ങൾ കൊണ്ട് ഫ്രിഡ്ജ് നിറഞ്ഞിരുന്നു. അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളൊന്നും പറയാനാകാതെ നിൽക്കുകയാണ്. ഇതെപ്പോ വാങ്ങി ശിവേ? അവൻ വീണ്ടും ചോദിച്ചു. അത് കുറച്ച് ദിവസം മുൻപ് ആ TV കൊണ്ടുവന്ന് തന്ന ആളില്ലേ, അവര് കൊണ്ടുവന്ന് തന്നതാ. ഇപ്പോൾ എന്തോ ഓഫറുണ്ട്, 10 രൂപയ്ക്ക് കിട്ടും, ലാഭമാണെന്ന് പറഞ്ഞു. അവൾ പതിയെ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെയൊന്ന് നോക്കി. നിഷ്കളങ്കമായ അവളുടെ മുഖം കാണുമ്പോൾ ദേഷ്യപ്പെടാനും തോന്നുന്നില്ല. എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ ശിവേ? TV വാങ്ങിയിട്ട് അധികമായില്ലല്ലോ. സൗമ്യമായി തന്നെ അവൻ ചോദിച്ചതും അവളൊന്നവനെ മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഇറ്റുവീണു. നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മളിപ്പോൾ ജീവിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിയാൽ മുൻപോട്ട് പോകാൻ പ്രയാസമാകും. എനിക്കറിയാം, ഒരു ഫ്രിഡ്ജ് വീട്ടിലേക്ക് അത്യാവശ്യം തന്നെയാണ്. എങ്കിലും മായ അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ കളിയാക്കിയതും കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ ഒന്നും പറയാനില്ലാതെ തിരിച്ചു പോയതുമെല്ലാം അവൾ പറഞ്ഞു. റോഡിൽ വെച്ച് കാണുമ്പോഴെല്ലാം അവൾ തന്നെ കളിയാക്കാറുണ്ടെന്ന് കൂടി പറയുമ്പോൾ ശിവാനി കരഞ്ഞു പോയിരുന്നു. ഇതെല്ലാം ശരത്തിന് പുതിയ അറിവായിരുന്നു. അവൾ ഇതേക്കുറിച്ചൊന്നും ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ശരത്ത് അവളെ തന്നെ ഒന്ന് നോക്കി. തൻ്റെ സ്നേഹത്തിനു വേണ്ടി വീട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നവളാണ്. എല്ലാ സുഖസൗകര്യത്തോടു കൂടിയും അവളെ നോക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം. പക്ഷേ പൈസ, ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ ഉറുമ്പ് അരിമണി ശേഖരിച്ചു വെക്കുന്നത് പോലെ കൂട്ടിവെക്കുന്നത് എവിടെയെങ്കിലും ഒരു 3 സെന്റ് സ്ഥലം വാങ്ങാനാണ്. അതിലൊരു കുഞ്ഞു വീട് പണിയാനാണ്. അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ആവശ്യങ്ങളാണ്. അവൻ അവളോട് ദേഷ്യപ്പെട്ട് ഒന്നും പറയാൻ തോന്നിയില്ല. സാരമില്ല, പോട്ടെ. ഞാൻ പറഞ്ഞത് നിന്നെ സങ്കടപ്പെടുത്താനല്ല. നമുക്ക് എവിടെയും കുറച്ച് സ്ഥലം വാങ്ങണ്ടേ? അതിലൊരു കുഞ്ഞു വീട് വെക്കണ്ടേ? എന്നിട്ട് എൻ്റെ പൊന്നിനെ അതിലെ റാണിയാക്കണ്ടേ? അതിനല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്? അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആരുടെയും കളിയാക്കലുകൾ എൻ്റെ പൊന്ന് കേൾക്കേണ്ട. അങ്ങനെയുള്ളവരെ ഇനി മൈൻഡ് ചെയ്യാൻ പോകേണ്ട. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? എനിക്കറിയാം നിനക്കെന്നെ മനസ്സിലാകുമെന്ന്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവളൊന്ന് അവനെ നോക്കി പതിയെ പുഞ്ചിരിച്ചു. ദിവസങ്ങൾ പതിയെ മുൻപോട്ട് പോയി. അതിനനുസരിച്ച് അവളുടെ സ്വഭാവവും മാറി തുടങ്ങിയിരുന്നു. അവളിപ്പോൾ വേറൊരു ലോകത്താണ്. ടിവിയിൽ പരസ്യം കാണിക്കുന്ന എല്ലാ സാധനങ്ങളോടും അവൾക്ക് ഭ്രമം തോന്നി തുടങ്ങി. ഇതെല്ലാം തനിക്ക് സ്വന്തമായെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു തുടങ്ങി. ശരത്ത് പണിക്ക് പോകുന്ന ദിവസങ്ങളിലായിരിക്കും അടവിൻ്റെ പൈസയ്ക്കായി അവൻ വരുന്നത്. അവളുടെ സംസാരത്തിൽ നിന്നും തന്നെ പരസ്യത്തിൽ കാണുന്ന സാധനങ്ങളോടെല്ലാം അവൾക്കൊരു താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. അതവൻ മനഃപൂർവ്വം ചൂഷണം ചെയ്യാൻ തുടങ്ങി. പുതിയ ഓരോ സാധനങ്ങളെയും അവൻ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതൊന്നും ഇല്ലാത്തവരായി ഇപ്പോൾ ആരുമില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ അവളുടെ മനസ്സിൽ കൂടുതൽ ആശകൾ കൊടുത്തുകൊണ്ടിരുന്നു. പിറ്റേ പ്രാവശ്യം ശരത്ത് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പുതിയതായി ഒന്നും വാങ്ങിയിട്ടില്ലെന്ന് അവൻ കണ്ടു. അവന് സന്തോഷം തോന്നി. പിന്നീട് നീണ്ടൊരു യാത്രയായിരുന്നു. 3 ആഴ്ചത്തേക്ക് വീട്ടിൽ വരാൻ പറ്റില്ല. ശരത്തിന് അവളെ തനിച്ചാക്കി പോകാൻ വല്ലായ്മ തോന്നി. അവൾക്കും അവൻ പോകുന്നതിൽ വേദന തോന്നി. എങ്കിലും ജീവിതം ഒരു കരയ്ക്കടുപ്പിക്കണം.
എവിടെയും എത്താതെ തോറ്റുപോകുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ നന്നായി ജീവിച്ചു കാണിച്ചു കൊടുക്കണം എന്ന വാശിയായിരുന്നു അവൻ്റെ ഉള്ളിൽ. എപ്പോഴത്തെയും പോലെ പോകുന്നതിനു മുൻപ് രാധേച്ചിയെ പറഞ്ഞേൽപ്പിക്കാനും അവൻ മറന്നിരുന്നില്ല. അവർക്ക് മക്കളൊന്നുമില്ല. ഭർത്താവ് ആണെങ്കിൽ അവരെ വിട്ടുപോയിട്ട് കുറച്ച് മാസങ്ങൾ ആയതേയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര ദിവസം വേണമെങ്കിലും വന്ന് അവൾക്ക് കൂട്ടുകിടക്കാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ആരോരുമില്ലാത്ത അവർക്ക് ശരത്തും ശിവാനിയും മക്കളെപ്പോലെയായിരുന്നു. ഇവർക്കും അതെ, അമ്മയെപ്പോലെ തന്നെയായിരുന്നു ഇവരും രാധേച്ചിയെ കണ്ടിരുന്നത്. സ്വന്തം മക്കൾ ചെയ്യുന്നത് പോലെ രണ്ടുപേരും അവർക്കും ഒരു സഹായമായിരുന്നു. ശരത്ത് ജോലിക്ക് പോയതിൻ്റെ പിറ്റേ ദിവസം അവൻ വീണ്ടും വന്നു. ഇത്തവണ അവൾക്ക് നേരെ വെച്ചു നീട്ടിയത് നല്ലൊരു 2 വീലർ ആയിരുന്നു. വണ്ടി ഓടിക്കാൻ അവൾക്കറിയാം. പണ്ട് വീട്ടിലായിരുന്നപ്പോൾ പഠിച്ചിട്ടുണ്ട്. സ്വന്തമായൊരു വണ്ടി അവളുടെ സ്വപ്നമായിരുന്നു. സ്വന്തം വണ്ടിയിൽ ഒരു പക്ഷിയെപ്പോലെ പാറി പറന്നു നടക്കുന്നത് അവൾ എത്രയോ സ്വപ്നം കണ്ടിരുന്നു. അതാണിപ്പോൾ തൻ്റെ മുൻപിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. ശരത്തിനോട് ചോദിച്ചാൽ സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ വേണ്ടെന്ന് പറഞ്ഞ് വണ്ടി തള്ളിക്കളയാനും പറ്റുന്നില്ല. 2 നിമിഷം അവളൊന്ന് ആലോചിച്ചു. ഇപ്പോൾ എന്തായാലും വണ്ടി വാങ്ങാം, അടവിനല്ലേ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, അവൾ ചിന്തിച്ചു. അവസാനം അവൾ സമ്മതിച്ചു. ആ വണ്ടി അവളുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. പോകുന്നതിനു മുൻപ് ഒരു വെള്ളക്കടലാസിൽ അവൻ അവളെക്കൊണ്ട് ഒപ്പുവെപ്പിച്ച് വാങ്ങിയിരുന്നു. തൻ്റെ മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി മാത്രമായിരുന്നു അവളുടെ കണ്ണിലും മനസ്സിലും അപ്പോൾ നിറഞ്ഞു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അവൾ ആലോചിച്ചില്ല. അല്ലെങ്കിൽ ആലോചിക്കാനുള്ള ബുദ്ധി അവൾക്കപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നു വേണം പറയാൻ. ആ വണ്ടി അവളുടെ സ്വന്തമായി. 2 ദിവസം കഴിഞ്ഞതും അവൻ വീണ്ടും എത്തി. എന്തോ ഇപ്പോൾ അവൻ വരുന്നത് അവൾക്ക് ഏറെ സന്തോഷമായിരുന്നു. അവൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം തനിക്ക് സ്വന്തമായിട്ടുണ്ടാകും, അവൾ ആലോചിച്ചു. കോളിംഗ് ബെൽ ശബ്ദം കേട്ടപ്പോഴേ അവൾക്ക് വന്നതാരാണെന്ന് മനസ്സിലായിരുന്നു. അവൾ വേഗം ചെന്ന് വാതിൽ തുറന്നു. അതെ, വിചാരിച്ചിരുന്നത് പോലെ അവൻ തന്നെയാണ്. അവളൊന്ന് അവനെ നോക്കി ചിരിച്ചു. അവനും മനോഹരമായ പുഞ്ചിരി അവൾക്ക് പകരം നൽകി. എന്നാൽ ആ ചിരിക്ക് പിന്നിലെ ചതി അവൾ അറിഞ്ഞിരുന്നില്ല ആ സമയം. എന്തായിരുന്നു വന്നത്? അടവ് അടയ്ക്കാൻ ആയിട്ടില്ലല്ലോ, അവൾ ചോദിച്ചു. അതല്ല, ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നേ. ഞാൻ അകത്തേക്ക് വന്നോട്ടെ, അവൻ ചോദിച്ചു. അവളൊന്ന് അവനെ നോക്കി. പിന്നെ പതിയെ വന്നോളൂ എന്നും പറഞ്ഞവൾ അകത്തേക്ക് നടന്നു. അവൻ ഹാളിലെ കസേരയിൽ വന്നിരുന്നു. ചുറ്റും നോക്കി. ടിവിയും ഫ്രിഡ്ജും എല്ലാം ഓക്കെ അല്ലേ, അവൻ ചോദിച്ചു. അവൾ അതേ എന്ന് തലയാട്ടി. വണ്ടി ഓടിച്ചു നോക്കിയിരുന്നോ? കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല, നല്ലതാണ്, അവൾ പറഞ്ഞു. അവനൊന്ന് അവളെ നോക്കി ചിരിച്ചു. പിന്നെ ഒന്നും പറയാതെ അല്പനേരം ഒരേ ഇരിപ്പിരുന്നു. എന്താ കാര്യം? എന്തിനാ വന്നത്? ഒന്നും പറയാതെ അവൻ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. അവനൊന്ന് അവളെ നോക്കി. പിന്നെ പതിയെ പറഞ്ഞു തുടങ്ങി. ഇവിടെ ഹാളിലേക്ക് ഒരു സോഫ സെറ്റ് കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ? ഹാളിൽ ഒന്നാകെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അതും കൂടി കച്ചവടമാക്കാനാണ് അവൻ പോകുന്നതെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. എങ്കിലും വണ്ടി വാങ്ങിയതുപോലും ശരത്ത് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ ഇതും കൂടി ആയാൽ ശരിയാകില്ല, അവൾക്ക് തോന്നി. ഏയ്, അതൊന്നും ഇപ്പോൾ വേണ്ട. എല്ലാത്തിൻ്റെ അടവും കൂടി ഒരുമിച്ചടയ്ക്കാനാവില്ല. കുറച്ചും കൂടി കഴിയട്ടെ, എന്നിട്ട് നോക്കാം, അവൾ പറഞ്ഞു. അതുകേട്ട് അവനൊന്ന് ചിരിച്ചു. പണത്തെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട, ഇതൊക്കെ ചെറിയ തുകയല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം. ഒരാളെ തനിക്കരികിലേക്ക് പറഞ്ഞയക്കാം. അയാൾ തനിക്ക് വേണ്ട പണം തരും, അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അയ്യോ, അത് വേണ്ട. കടം വാങ്ങിയാൽ ശരിയാവില്ല. ശരത്തേട്ടൻ അറിഞ്ഞാൽ ദേഷ്യപ്പെടും. മാത്രവുമല്ല, പലിശയ്ക്ക് പണം വാങ്ങി സാധനങ്ങൾ വാങ്ങിയാൽ ശരിയാകില്ല, അവൾ പറയുമ്പോൾ അവൻ അവളെ നോക്കി വീണ്ടും ഒന്ന് ചിരിച്ചു. അതിന് ഇത് കടമായിട്ട് കൂട്ടേണ്ട. അയാൾ വരും, പണം തരും. പകരം നിങ്ങൾ അയാൾക്ക് വേണ്ടതൊന്ന് ചെയ്തു കൊടുത്താൽ മതി, അവൻ പറഞ്ഞതും അവളൊന്ന് ഞെട്ടി. അവൾ അവനെ വല്ലാത്തൊരു നോട്ടം നോക്കി. താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നതാ. താൻ ചെറുപ്പമല്ലേ, പോരാത്തതിന് സുന്ദരിയും. ഇവിടെ ഇങ്ങനെയൊരു അവസ്ഥയിൽ ജീവിക്കേണ്ടവളല്ല താൻ. താനൊന്ന് മനസ്സ് വെച്ചാൽ മതി. ആരും അറിയാൻ പോകുന്നില്ല, തൻ്റെ ശരത്തേട്ടൻ പോലും. അവനൊരു ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു പോയിരുന്നു. താൻ എന്താ പറഞ്ഞത്? അങ്ങനെ ജീവിക്കുന്ന പെണ്ണല്ല ഞാൻ. മര്യാദയ്ക്ക് എഴുന്നേറ്റ് ഇവിടുന്ന് പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ചൂലെടുക്കും, അവൾ എരിയുന്ന കണ്ണുകളാലെ അവനോട് പറഞ്ഞു.
അപ്പോഴും അവൻ ചിരിക്കുകയാണ് ചെയ്തത്. അവനൊരു കൂസലും ഇല്ലാത്തതുപോലെ. ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ ആളെ വിളിച്ചു കൂട്ടും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന അവനെ കണ്ട് അവൾ പറഞ്ഞു. ശരി, നാട്ടുകാരെ വിളിച്ചോ, അപ്പോൾ ഞാനിത് അവരെ കാണിച്ചോളാം. പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ഫോണിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് അവൾക്ക് നേരെ കാണിച്ചു. അതുകണ്ട് അവളൊന്ന് ഞെട്ടി. അവൾ അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനി പറ, നാട്ടുകാരെ വിളിക്കണോ? അവൻ അവളോട് വല്ലാത്തൊരു ഭാവത്തോടെ ചോദിച്ചു. അവൾക്ക് എന്ത് പറയണമെന്നറിഞ്ഞില്ല. ശരീരമാകെ ഒരു വിറയൽ പോലെ, തല ചുറ്റുന്നത് പോലെ. അവൾ തളർന്നു. ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്നാവും ആലോചിക്കുന്നത് അല്ലേ? അതൊക്കെ കിട്ടി. പിന്നെ ഇത് മാത്രമല്ല, 2 ദിവസം മുൻപ് നീ ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ടു തന്നില്ലേ? അതിൽ ഞങ്ങൾ ചിലതെല്ലാം എഴുതി പിടിപ്പിച്ചു. ഇനി ഞങ്ങൾ ആ കടലാസ് വേണ്ട പോലെ ഉപയോഗിച്ചാൽ കുറച്ചധികം കാലം മോൾക്കിനി ജയിലിൽ കിടക്കാം. അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞതും ജീവൻ നഷ്ടപ്പെട്ട പോലെ അവൾ കസേരയിലേക്കിരുന്നു പോയി. അപ്പോൾ ഞാനിറങ്ങുക. നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ആളിങ്ങു വരും. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അനുസരണക്കേട് കാണിക്കില്ലെന്ന് കരുതുന്നു. കാണിച്ചാൽ അറിയാലോ, ഈ വീഡിയോ ലോകം മൊത്തം കാണും. പിന്നെ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. അതിലും നല്ലതല്ലേ ആരും അറിയാതെ ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നത്? പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. അവൻ്റെ ബൈക്ക് സ്റ്റാർട്ടാകുന്നതും ആ ശബ്ദം ദൂരേക്ക് മറയുന്നതും ഏതോ ലോകത്തെന്ന പോലെ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. എത്ര നേരം അവൾ അതേ ഇരിപ്പ് ഇരുന്നെന്ന് അറിയില്ല. ഒത്തിരി കരഞ്ഞു. ശരത്തിനെ ഓർത്തായിരുന്നു അവളുടെ വേദന. ജീവിതം ഒരു കരയ്ക്കെത്തിക്കാൻ ഒത്തിരി കഷ്ടപ്പെടുകയാണ് ആ പാവം. ആ ജീവിതമാണ് ഇപ്പോൾ കയ്യിൽ നിന്നും ഒലിച്ചു പോകുന്നത്. അവൾക്ക് സങ്കടവും ദേഷ്യവും കരച്ചിലും ഒരുപോലെ വന്ന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. രാത്രി രാധേജി വന്നപ്പോഴും അവളുടെ മുഖം മൂടിക്കെട്ടി തന്നെയിരുന്നു. ചോദിച്ചപ്പോൾ തലവേദനയാണെന്ന് മാത്രം പറഞ്ഞു. ശരത്ത് വിളിച്ചപ്പോൾ കരയാതെ സംസാരിക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അവളുടെ ശബ്ദമൊന്ന് മാറിയാൽ പോലും മനസ്സിലാകുന്നത് കൊണ്ടാകണം ഒത്തിരി തവണ അവൻ ചോദിച്ചു എന്തു പറ്റിയെന്ന്. തലവേദനയാണെന്ന് പറഞ്ഞാൽ പോലും ശരത്തിന് പിന്നെ ഒട്ടും സമാധാനമുണ്ടാകില്ല. വണ്ടി ഓടിക്കുന്നതല്ലേ, അവൻ്റെ സമാധാനം വെറുതെ കളയേണ്ടല്ലോ എന്ന് കരുതി ശരത്തേട്ടനെ കാണാൻ തോന്നിയിട്ടാണെന്ന് മാത്രം പറഞ്ഞു. ശരിക്കും അവൾക്ക് അവനെ കാണാൻ തോന്നുന്നുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു നിന്ന് ഒന്ന് പൊട്ടിക്കരയാൻ. നെഞ്ചു നീറുന്ന തൻ്റെ പേടി മുഴുവൻ അവനോട് പറഞ്ഞ് ഒരൽപ്പം ആശ്വാസം കണ്ടെത്താൻ. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. അവൾക്കൊന്നിനും ഒരു ഉന്മേഷം തോന്നിയില്ല എന്നു മാത്രമല്ല, വല്ലാത്തൊരു പേടിയും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഉറങ്ങാത്തതുകൊണ്ടാകണം തലയാകെ വല്ലാത്തതുപോലെ. ഒന്ന് കുളിച്ചാൽ ശരിയാകുമെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. തലയിലൂടെ നിർത്താതെ വെള്ളം ഒലിച്ചിറങ്ങിയപ്പോൾ ശരീരം അല്പം തണുത്തെന്ന് അവൾക്ക് തോന്നി. പക്ഷേ മനസ്സ് ഇപ്പോഴും ചുട്ടുപൊള്ളുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്നോർത്ത് അവൾക്ക് വല്ലാത്ത പേടി തോന്നി. അവൾ ക്ലോക്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. 10 മണിയാകാനായതും അവൾ വിറച്ചു തുടങ്ങി. 10 ആയി, 10:15 ആയി, 10:30 ആയി. കോളിംഗ് ബെൽ ശബ്ദിച്ചില്ലെന്ന് കണ്ട് അവൾക്ക് അല്പം ആശ്വാസം തോന്നി. എന്നാൽ ആ ആശ്വാസം അധിക സമയത്തേക്കുണ്ടായിരുന്നില്ല. കോളിംഗ് ബെൽ ശബ്ദിച്ചു. അവളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾക്ക് ഇരുന്നിടത്തു നിന്നും അനങ്ങാനായില്ല. വീണ്ടും കോളിംഗ് ബെൽ ശബ്ദിച്ചു. അവൾ വീണ്ടും ഞെട്ടി. അവൻ തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച് കാണിച്ച ഫോണിലെ രംഗങ്ങളും പറഞ്ഞ വാക്കുകളും അവൾക്ക് ഓർമ്മ വന്നു. അവൾ എങ്ങനെയോ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. ഒരു 10-35 വയസ്സ് തോന്നിക്കുന്നൊരാൾ. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അയാൾ അവൾക്കരികിലൂടെ അകത്തേക്ക് നടന്നിരുന്നു. അവൾ വാതിൽക്കൽ തന്നെ ഞെട്ടിത്തറഞ്ഞു നിന്നു. അയാൾ അകത്തേക്ക് വന്ന് ചുറ്റും നോക്കി. പിന്നെ അവിടെയുള്ള ആ കസേരയിലേക്കിരുന്നു. കുറച്ച് വെള്ളം വേണം, തണുത്തത് തന്നെയായിക്കോട്ടെ, അയാൾ പറഞ്ഞു. അവളൊന്ന് ഞെട്ടി. അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ട് അയാളൊന്ന് അവളെ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ അവളൊന്ന് പേടിച്ചു. അവൾ വേഗം തന്നെ അടുക്കളയിലേക്ക് ചെന്ന് ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി തണുത്ത വെള്ളം എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതും കൊണ്ട് അയാൾക്കരികിലേക്ക് നടക്കുമ്പോൾ അവളുടെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളത് അയാൾക്കരികിലുള്ള മേശപ്പുറത്ത് വെച്ചു. അവളെയൊന്ന് നോക്കിക്കൊണ്ട് അയാൾ ആ വെള്ളം എടുത്ത് കുടിച്ചു. നിനക്കെത്ര വയസ്സായി? അയാൾ ചോദിച്ചു. 20, അവൾ പറഞ്ഞു. അയാളുടെ മുഖം വിടർന്നു. ഒപ്പം കണ്ണുകൾ അവളിലാകെ അലഞ്ഞു നടന്നു. നല്ല ഗോതമ്പ് മണിയുടെ നിറമാണ് അവൾക്ക്. കറുത്ത കട്ടിയുള്ള പുരികവും നിറയെ കൺപീലികളുള്ള ഉണ്ടക്കണ്ണുകളും നീണ്ട മൂക്കും ചുവന്ന ചെറിയ അധരങ്ങളും. അവിടെ നിന്ന് താഴേക്കും അയാളുടെ കണ്ണുകൾ അരിച്ചിറങ്ങി. അയാളൊന്ന് ഉമിനീരിറക്കിപ്പോയി. തല കുനിച്ചു നിന്നിരുന്ന അവൾ അയാളുടെ നോട്ടമൊന്നും അറിഞ്ഞില്ല.
പിന്നെ കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ അയാൾക്കായില്ല. അയാൾ കൊണ്ടുവന്നിരുന്നൊരു കവർ അവൾക്ക് നേരെ നീട്ടി. ചെന്ന് ഇതിട്ടുകൊണ്ട് വാ, അയാൾ പറഞ്ഞു. അവളൊന്ന് ഞെട്ടി അയാൾക്ക് നേരെ നോക്കി. അരുതെന്ന് അവളുടെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. അനൂപ് ഒന്നും പറഞ്ഞില്ലേ? അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാവുകയെന്ന് ഞാൻ പറയണ്ടല്ലോ? അവളുടെ കണ്ണിലെ ഭാവം കണ്ട് അയാൾ ചോദിച്ചു. അവളൊന്ന് ഞെട്ടി. വീണ്ടും തന്നെ പേടിപ്പിക്കുന്ന ആ ദൃശ്യങ്ങളും പറഞ്ഞ വാക്കുകളും അവൾക്ക് ഓർമ്മ വന്നു. ഒപ്പം തന്നെ ശരത്തിൻ്റെ മുഖവും. അവളുടെ നെഞ്ച് 1000 കഷ്ണങ്ങളായി മുറിഞ്ഞു. എന്നാ ശരി, ഞാൻ അനൂപിനെ വിളിച്ചു പറഞ്ഞേക്കാം. അതും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ എടുക്കാൻ പോയതും അവളൊന്ന് ശക്തമായി ഞെട്ടി. വേണ്ട പറഞ്ഞുകൊണ്ട് അവൾ അറിയാതെ തന്നെ അയാളുടെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങിപ്പോയിരുന്നു. അയാളൊന്ന് ചിരിച്ചു. ഗുഡ്, 5 മിനിറ്റ്, അതിനുള്ളിൽ വന്നേക്കണം, അയാൾ അവളെ നോക്കി പറഞ്ഞു. പതിയെ തലയാട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അയാൾ എഴുന്നേറ്റ് ചെന്ന് വാതിലടച്ച് വീണ്ടും കസേരയിൽ തന്നെ വന്നിരുന്നു. റൂമിൽ ചെന്നവൾ ആ കവർ തുറന്നു നോക്കി. കറുപ്പ് നിറത്തിലുള്ളൊരു നെറ്റിൻ്റെ സാരിയാണ്. അത് കയ്യിലേക്കെടുത്തതും അത് അവളെ ചുട്ടുപൊള്ളിച്ചു. അവസാനമായി സാരി ഉടുത്തത് തങ്ങളുടെ കല്യാണത്തിൻ്റെ അന്നായിരുന്നു. അന്ന് എത്രമാത്രം സന്തോഷത്തിലായിരുന്നു താൻ, അവൾ ഓർത്തു. അവൾ ആ മുറിയിലൂടെ ആകെയൊന്ന് കണ്ണോടിച്ചു. എല്ലായിടത്തും അവളുടെ പ്രിയപ്പെട്ടവൻ വന്നു നിൽക്കുന്നത് പോലെ, അവളെ നോക്കി ചിരിക്കുന്നത് പോലെ, ഇരു കൈയും നീട്ടി അവളെ മാടി വിളിക്കുന്നത് പോലെ. അവളുടെ നെഞ്ചു വിങ്ങി. അവൾ വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞു. എവിടെയാ ശരത്തേട്ടാ, ഒന്നിങ്ങു വായോ? അവളുടെ ഹൃദയം അലമുറയിട്ടു. കഴിഞ്ഞില്ലേ? പെട്ടെന്നാണ് കതകിലൊന്ന് തട്ടുന്നതിനോടൊപ്പം ആ ശബ്ദം കേട്ടത്. ദാ വരുന്നു, പറയുമ്പോൾ അവൾ വിറച്ചു പോയിരുന്നു. എങ്ങനെയൊക്കെയോ അവൾ ആ സാരിയും ബ്ലൗസും എടുത്തണിഞ്ഞു. അവസാനം കണ്ണാടിക്ക് മുൻപിൽ വന്നു നിൽക്കുമ്പോൾ അവൾക്ക് അവളോട് തന്നെ അറപ്പും വെറുപ്പും തോന്നി. നന്നേ നേർത്ത ആ നെറ്റിൻ്റെ സാരിയിൽ അവളുടെ ശരീരം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. വളരെ താഴ്ന്നു കിടക്കുന്ന ബ്ലൗസ്. ഒരു പ്രാവശ്യമേ അവൾ അവിടേക്ക് നോക്കിയുള്ളൂ. അവൾക്ക് ദേഹമാകെ ചുട്ടുപൊള്ളി. അവൾ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന 3 ചിറകുള്ള ആ ഫാനിലേക്ക് നോക്കി. ഒന്നും വേണ്ട, ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചാലോ എന്നവൾക്ക് തോന്നി. അപ്പോഴും അവൾക്കുള്ളിൽ പ്രിയപ്പെട്ടവൻ്റെ മുഖം തെളിഞ്ഞു വന്നു. അവൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഇനിയും ഒത്തിരി കാലം അവൻ്റെ കൂടെ ജീവിക്കാൻ കൊതി തോന്നി. പക്ഷേ ഇങ്ങനെ ചീത്തയായിട്ട് അവൻ്റെ കൂടെ എങ്ങനെ ജീവിക്കും? അവൾക്ക് അവനെയൊന്ന് കാണാൻ കൊതി തോന്നി. അപ്പോഴേക്കും വാതിലിൽ വീണ്ടും തട്ടുന്ന ശബ്ദം കേട്ടു. അവൾ നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അറിയാതെ തന്നെ വാതിൽ തുറന്നുപോയി. വാതിൽ തുറന്നതു മുൻപിൽ നിൽക്കുന്നവളെ കണ്ട് അയാളുടെ കണ്ണുകൾ വിടർന്നു. കറുത്ത സാരിയിൽ അവളെ ഒരു അപ്സരസിനെ പോലെ അയാൾക്ക് തോന്നി. അയാൾ അവൾക്കരികിലേക്ക് ചെന്നതും അവൾ ഞെട്ടിവിറച്ചുകൊണ്ട് പിറകിലേക്ക് നീങ്ങിപ്പോയി. എന്നാൽ അവളുടെ ആ പേടി അയാളെ ഒന്നുകൂടി ആവേശം കൊള്ളിക്കുകയാണ് ചെയ്തത്. അയാൾ പതിയെ അവളുടെ നീണ്ട മുടി അഴിച്ചിട്ടു. അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു പിടിച്ചു. ബ്ലൗസിൽ കുത്തിവെച്ചിരുന്ന സാരിത്തലപ്പിൻ്റെ പിൻ അയാൾ പതിയെ അഴിച്ചു കളഞ്ഞതും ബോധം കെട്ടവൾ നിലത്തേക്ക് വീണുപോയിരുന്നു. ബോധമില്ലാതെ വിയർത്തൊലിച്ച് കിടക്കുന്ന അവളിലേക്ക് യാതൊരു ദയയുമില്ലാതെ അയാൾ അമർന്നു. മുഖത്ത് വെള്ളം വന്നു വീണതും അവൾ പതിയെ കണ്ണു തുറന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഒരു നിമിഷം അവൾക്ക് മനസ്സിലായില്ല. താനിപ്പോൾ കട്ടിലിലാണ് കിടക്കുന്നത്. ഒരു പുതപ്പുകൊണ്ട് കഴുത്തോളം പുതച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവൾ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടത്. അവൾ പേടിച്ചുകൊണ്ട് പുതപ്പിനകത്തേക്ക് ഒന്നുകൂടി ചുരുണ്ടുകൂടി. പെട്ടെന്നാണ് അവിടവിടെയായി ചിന്നിച്ചിതറി കിടക്കുന്ന അവളുടെ വസ്ത്രങ്ങൾ കണ്ടത്. അവൾക്ക് തല കറങ്ങി, തൊണ്ട വറ്റി വരണ്ടു. അടിമുടി വിറച്ചു പോയവൾ. അയാൾ അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് കുറച്ചു പണം മുറിയിലെ മേശയ്ക്ക് മുകളിൽ വെച്ചു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി നടന്നു. അവൾ അയാൾ പോയ വഴിയെ തുറിച്ചു നോക്കി. പിന്നെ മേശപ്പുറത്തിരിക്കുന്ന ആ പണത്തിലേക്കും. അവൾക്ക് ആ പണം കത്തിച്ചു കളയാൻ തോന്നി. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഓർമ്മയില്ല. അയാൾ അടുത്തേക്ക് വന്നതും മുടി അഴിച്ചിട്ടതും ഓർമ്മയുണ്ട്. പിന്നെയൊന്നും ഓർമ്മയില്ല. അവൾ പതിയെ എഴുന്നേൽക്കാൻ നോക്കി. കഴിയുന്നില്ല. മേലാസകലം വേദന. അവൾ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് പോയി ഉമ്മറത്തെ വാതിൽ അടച്ചു വന്നു. ബാത്റൂമിൽ കയറി ഷവറിൻ്റെ ചുവട്ടിൽ അങ്ങനെ നിന്നു. തലയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങിയതും അവൾക്കാകെ നീറി. ദേഹത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് അവളെ തന്നെ കത്തിച്ചു കളയാൻ തോന്നി. കുളിച്ചു വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ശരത്തിൻ്റെ ഒരുപാട് മിസ്ഡ് കോൾ വന്നു കിടക്കുന്നത് അവൾ കാണുന്നത്. അവൾക്ക് കരച്ചിൽ വന്നുപോയി. അല്പനേരം കഴിഞ്ഞതും അവൾ ശരത്തിനെ തിരിച്ചു വിളിച്ചു. ശിവേ, എവിടെയായിരുന്നു? ഞാൻ എത്ര വിളിച്ചു?
എന്താ ഫോൺ എടുക്കാതിരുന്നേ? അവളുടെ കോൾ തിരിച്ചു വന്നതും ആദ്യത്തെ റിങ്ങിൽ തന്നെ കോൾ എടുത്തുകൊണ്ട് ആദിയോടെ അവൻ ചോദിച്ചു. തലവേദനയായിരുന്നു ശരത്തേട്ടാ. പിന്നെ ഫോൺ സൈലന്റ് ആയിപ്പോയി, കേട്ടില്ല, അവൾ പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി. നിന്നെ അവിടെ ഒറ്റയ്ക്കിട്ട് പോരുമ്പോൾ എൻ്റെ ഉള്ളിൽ തീയാ. പിന്നെ രാധേച്ചി ഉള്ളതുകൊണ്ടാ ഞാൻ ഇത്തിരിയെങ്കിലും സമാധാനത്തിൽ നിൽക്കുന്നേ. അവൻ പറയുമ്പോൾ അവൾ ഉള്ളിൽ കരയുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? രാധേച്ചി വന്നിട്ട് ഒന്ന് ഡോക്ടറെ കാണിച്ചേക്ക്. നിന്റെ ഞാൻ തന്ന പൈസയില്ലേ? അവൻ ചോദിച്ചു. അത്രയ്ക്കൊന്നും ഇല്ല ശരത്തേട്ടാ, ഒന്ന് കിടന്നപ്പോൾ മാറി. എന്താ നിന്റെ സൗണ്ട് വല്ലാതെ? ഒട്ടും വയ്യേടാ? അവളുടെ ചിലമ്പിച്ച ശബ്ദം കേട്ട് അവന് ആദിയായി. എനിക്ക് ശരത്തേട്ടനെ കാണണം. എനിക്ക് ശരത്തേട്ടൻ്റെ കൂടെ വന്നാൽ മതി. പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു. ഷെടാ, ഇതാ ഇപ്പോൾ നന്നായത്. എൻ്റെ ഒപ്പം വരാനോ? എന്തു പറ്റി? ഞാനിപ്പോൾ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ കരയുന്നത് ചെറിയ കുട്ടികളാ. എൻ്റെ മോള് വലുതല്ലേ. അവന് ആ സമയം അവളോട് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി. എനിക്ക് കാണണം, അവൾ വീണ്ടും പറഞ്ഞു. ഇത്തവണ കേട്ടപ്പോൾ അവന് സങ്കടമായി. അവൾക്കൊട്ടും വയ്യാത്തതുകൊണ്ടായിരിക്കും. ആരുമില്ലാതെ ഒറ്റയ്ക്ക് അവനും അവളുടെ കൂടെയിരിക്കാൻ തോന്നി. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് വയ്യാത്തതുകൊണ്ടാ. നല്ല മോളല്ലേ. രാധേച്ചിയെ കൂട്ടി ഒന്ന് പോയി ഡോക്ടറെ കാണിച്ചിട്ട് വാ. ഞാൻ വിളിച്ചു പറയാം, അവൻ പറഞ്ഞു. വേണ്ട, എനിക്ക് ഡോക്ടറെ ഒന്നും കാണണ്ട. ശരത്തേട്ടനെ കണ്ടാൽ മതി, അവൾ വീണ്ടും പറഞ്ഞു. രണ്ടു കവിളും വീർപ്പിച്ചിരിക്കുന്നുണ്ടാകും ഇപ്പോൾ. അത് കൺമുൻപിൽ കണ്ടതുപോലെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവന് ആ കുഞ്ഞിക്കവിൾ വിരൽ കൊണ്ട് കുത്തി പൊട്ടിക്കാൻ തോന്നി. പിന്നെ പതിയെ അവളെ നെഞ്ചോട് ചേർത്ത് ഇറുക്കെ പുണരാൻ. നീ എന്തെങ്കിലും കഴിച്ചിരുന്നോ? അവൻ ചോദിച്ചു. ഇല്ല, കഴിക്കാൻ തോന്നിയില്ല. ശരത്തേട്ടനോ? ഞാൻ കഴിച്ചു. അവിടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടുത്തൊന്നും കടയില്ല, അവൻ പറഞ്ഞതും അവളുടെ നെഞ്ച് വീണ്ടും മുറിഞ്ഞു. പാവം, എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാകും. ഒന്നും കഴിക്കാതിരുന്നാൽ തലവേദന കൂടുകയേ ഉള്ളൂ. ചെന്നെന്തെങ്കിലും കഴിക്കി, എന്നിട്ട് വിളിക്കി. വേണ്ട, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ശരത്തേട്ടൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞോണ്ടിരുന്നാൽ മതി. അതു കേട്ടതും ശരത്തൊന്ന് ചിരിച്ചു. നിന്നോട് സംസാരിച്ചിരുന്നാൽ വണ്ടി ആര് ഓടിക്കും പെണ്ണേ? ചെന്നെന്തെങ്കിലും കഴിക്കി. രാത്രി വിളിക്കണേ. വിളിക്കാലോ. എൻ്റെ കൊച്ചിനെ അല്ലാതെ ഞാൻ വേറെ ആരെ വിളിക്കാനാണ്, അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. ദിവസങ്ങൾ പതിയെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ അവൾക്ക് ശരത്തിനോട് സംസാരിക്കാൻ എന്തോ ഒരു പ്രയാസം തോന്നി തുടങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ തെറ്റ് ചെയ്ത താൻ അവനെ അർഹിക്കുന്നില്ലെന്ന പോലെ വല്ലാത്തൊരു കുറ്റബോധം അവളെ പിടിമുറുക്കി തുടങ്ങിയിരുന്നു. ശരത്തിനും ഇടയ്ക്ക് അത് തോന്നുന്നുണ്ടായിരുന്നെങ്കിലും വണ്ടിയിലായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സംസാരിക്കാൻ കിട്ടാത്തതുകൊണ്ടാണെന്ന് അവൻ കരുതി. ദിവസങ്ങൾ മുൻപോട്ട് പോയതും അയാൾ 2 തവണ കൂടി വന്നു പോയിരുന്നു. സാരിയുടെ നിറം മാത്രം മാറിക്കൊണ്ടിരുന്നു. ഈ 2 പ്രാവശ്യവും അവൾ ബോധം കെട്ടു വീണില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും ഒരു പാവ കണക്കെ അയാൾക്ക് വേണ്ടതിനൊക്കെ അവൾ നിന്നുകൊടുത്തു. രാത്രിയിൽ വരാൻ അയാൾ കുറെ നിർബന്ധം പിടിച്ചെങ്കിലും അവൾ അതിന് സമ്മതിച്ചില്ല. എതിർത്താൽ ഇപ്പോഴുള്ളതും നിന്നു പോയാലോ എന്നോർത്ത് അയാൾ കൂടുതൽ അവളെ നിർബന്ധിച്ചതുമില്ല. അത്രമേൽ അയാൾ അവളിലേക്ക് ചാഞ്ഞു പോയിരുന്നു. അയാൾ 2 തവണ കൂടി വന്നു പോയപ്പോഴേക്കും അവൾ മാനസികമായി ശരത്തിൽ നിന്നും വല്ലാതെ അകന്നു പോയിരുന്നു. തൻ്റെ തോന്നലല്ല ഇതെന്ന് ശരത്തിനു മനസ്സിലാകുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അവൾക്കരികിൽ എത്തണം. അവൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിയണം. അവൻ്റെ ചിന്ത അതുമാത്രമായിരുന്നു. അന്നൊരു ഉച്ച സമയം ശരത്ത് വീട്ടിലേക്ക് വന്നു. പ്രതീക്ഷിക്കാതെ തന്നെ കാണുമ്പോഴുണ്ടാകുന്ന അവളുടെ ഞെട്ടലും ആ സന്തോഷവും കാണാൻ വേണ്ടി അവൻ മനഃപൂർവ്വം വരുന്നത് പറഞ്ഞില്ല. 2 ദിവസം കൂടി കഴിഞ്ഞാലേ എത്തൂ എന്നാണ് അവളോട് പറഞ്ഞിരുന്നത്. മുറ്റത്ത് വന്ന് വണ്ടി നിർത്തിയതും അവൻ പ്രതീക്ഷിച്ചിരുന്നു വണ്ടിയുടെ ശബ്ദം കേട്ട് അവൾ ഓടി വരുമെന്ന്. എന്നാൽ അല്പം നേരം മുറ്റത്ത് നിന്നിട്ടും അതുണ്ടായില്ല. അവൻ ചെന്ന് ഉമ്മറത്തെ വാതിലിൻ്റെ ഹാൻഡിലിൽ പിടിച്ചതും അത് തുറന്നു വന്നു. അവൻ ഹാളിലേക്ക് കയറി. അകത്തെങ്ങും ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അവളെ കണ്ടില്ല. അവൾ ഇതെവിടെ പോയി എന്ന ചിന്തയോടെ അവൻ ഹാളിലേക്ക് വന്ന് മുറിയുടെ വാതിൽ തുറന്നതും കണ്ട കാഴ്ച അവന് വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല. തൻ്റെ പെണ്ണിൻ്റെ കൂടെ മറ്റൊരാൾ. 2 ആളും പകുതിയിലേറെ നഗ്നരാണ്. ഒരു പ്രാവശ്യമേ അവൻ അവിടേക്ക് നോക്കിയുള്ളൂ. എങ്കിലും അതിനിടയിൽ ഒരു തവണ അവൻ്റെ നോട്ടം അവളുടെ കണ്ണിൽ ഉടക്കി നിന്നു. നിറഞ്ഞ അവളുടെ കണ്ണുകൾ. അവൻ മുറിയിൽ നിന്നും തിരിഞ്ഞു നടന്നു. എന്നാൽ അപ്പോഴും അവനെ കണ്ട ഞെട്ടലിലായിരുന്നു അവൾ.
ഇതുവരെ സഹിച്ച വേദനകളൊന്നും ഒന്നുമല്ലെന്ന് അവൾക്ക് തോന്നിപ്പോയി. അവനെ ഓർത്ത് അവളുടെ ഉള്ളം വിങ്ങി. നെഞ്ച് 1000 കഷ്ണങ്ങളായി ചിന്നിത്തെറിക്കുന്നത് പോലെയൊരു വേദന അവൾക്ക് തോന്നി. അവൾ വേഗം ബെഡ്ഷീറ്റ് കൊണ്ട് മേലാകെ പുതച്ചു. ഉമ്മറത്തെ വാതിൽ അടച്ചിട്ടില്ലായിരുന്നു. അവൾ ചിന്തിച്ചു പോയി. അപ്പോഴേക്കും അയാൾ എഴുന്നേറ്റ് വസ്ത്രമെല്ലാം എടുത്തണിഞ്ഞിരുന്നു. പതിവ് പോലെ പേഴ്സിൽ നിന്നും പണമെടുത്ത് അയാൾ മേശപ്പുറത്ത് വെച്ചു. അവൾ അതിലേക്കൊന്ന് നോക്കി. അവളുടെ കണ്ണിൽ നിന്നും ചുടു കണ്ണുനീരൊഴുകി. അയാൾ ഹാളിലേക്ക് ചെന്നപ്പോൾ കണ്ടു 2 കൈകൊണ്ടും തല താങ്ങിപ്പിടിച്ച് കസേരയിലിരിക്കുന്നവനെ. അയാൾ ഒരു നിമിഷം അവനെ ഒന്ന് നോക്കി നിന്നു. പിന്നെ വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവനും അറിയുന്നുണ്ടായിരുന്നു അയാൾ വന്നു നിൽക്കുന്നതും പോകുന്നതുമെല്ലാം. എങ്കിലും അവൻ തലയുയർത്തിയില്ല. ഒരു വട്ടം അയാളെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അയാൾ ഇവിടെ നിന്നും ജീവനോടെ പോകില്ലെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അവൻ ഒരേ ഇരിപ്പിരുന്നു. താൻ സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ട് നെയ്തുകൂട്ടിയ ജീവിതം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് അവൻ അറിഞ്ഞു. അല്പസമയം കഴിഞ്ഞതും അവൾ പുറത്തേക്ക് വന്നു. തലയും താങ്ങി പിടിച്ചിരിക്കുന്ന അവനെ അധിക നേരം നോക്കി നിൽക്കാനുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല. അവൾ ഓടി അവനരികിൽ വന്ന് അവൻ്റെ കാൽക്കീഴിലായി മുട്ടുകുത്തിയിരുന്നു. ശരത്തേട്ടാ, ഞാൻ... അവൾ എന്തോ പറഞ്ഞു തുടങ്ങിയതും അവൻ അവളെ തടഞ്ഞു. നീ അറിഞ്ഞുകൊണ്ടാണോ ഇത്? അവൻ ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ യാതൊരു എതിർപ്പും കൂടാതെ നേരത്തെ അയാൾക്ക് കിടന്നു കൊടുക്കുന്ന തൻ്റെ പെണ്ണായിരുന്നു അവൻ്റെ മനസ്സിൽ. അവളൊന്നും പറഞ്ഞില്ല. അവൾക്ക് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഇത് ഇന്ന് ആദ്യമായിട്ടാണോ? അവളിൽ നിന്നും കരച്ചിലല്ലാതെ ഒരു വാക്കും പുറത്തേക്ക് വരുന്നില്ല. എങ്കിലും അവൻ ചോദിച്ചു. പറ, അയാൾ ഇന്ന് ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നതെന്ന്? അവൻ വീണ്ടും ചോദിച്ചു. കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അവനെ തലയുയർത്തി നോക്കി. സത്യം മാത്രം പറയണം, അവൻ പറഞ്ഞു. അല്ല എന്നു പറയാൻ അവളുടെ നാവ് ചലിച്ചില്ല. അവളല്ല എന്ന് വിലങ്ങനെ തലയാട്ടി. അവൻ്റെ ഹൃദയം മുറിഞ്ഞു. അവൻ്റെ കണ്ണുകൾ പെയ്തു. ആ കണ്ണുനീർ അവളെ ചുട്ടുപൊള്ളിച്ചു. അവളുടെ കരച്ചിലിന് ആക്കം കൂടി. മതി കരഞ്ഞത്. ഇനി കരഞ്ഞിട്ടെന്താ കാര്യം? നിന്നെ അയാൾ ഇന്ന് ബലമായി എന്തേലും ചെയ്തതായിരുന്നേൽ അയാളെയും കൊന്ന് നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചേനെ. പക്ഷേ ഇതിപ്പോ... പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിയിരുന്നു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. പക്ഷേ ഇതിപ്പോ നിന്റെ മനസ്സോടെയാണെങ്കിലും അല്ലെങ്കിലും അയാൾ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും നമ്മുടെ മുറിയിൽ നീ അയാൾക്ക് കിടന്നു കൊടുത്തില്ലേ? എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത് വേണ്ടിയിരുന്നില്ല. എന്ത് കാര്യമാണെങ്കിലും നിനക്ക് എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ? എന്താണേലും നമുക്ക് ഒരുമിച്ച് നേരിടാമായിരുന്നല്ലോ. ഇതിപ്പോൾ എന്നോട് പറയുന്നതിനേക്കാൾ നല്ലത് അയാളുടെ കൂടെ കിടക്കുന്നതാണെന്ന് തോന്നിയ നിനക്ക്? ബാക്കി പറയാതെ അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു. പിന്നെ തൻ്റെ മടിയിലായി വെച്ചിരിക്കുന്ന അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് മറ്റേ മുറിയിലേക്ക് നടന്നു. അവൾ അവൻ പോയ വഴിയെ നോക്കി വാ പൊത്തി കരഞ്ഞു. സ്നേഹത്തോടെ പ്രണയത്തോടെ തന്നെ നോക്കിയ ആ കണ്ണുകളിൽ ഇന്ന് വെറുപ്പും വേദനയും മാത്രമാണ്. വേണ്ടിയിരുന്നില്ല. ഇതിലും നല്ലത് അന്നേ ചത്തു കളയുന്നതായിരുന്നു. എല്ലേൽ ശരത്തേട്ടൻ പറഞ്ഞതുപോലെ എല്ലാം ശരത്തേട്ടനോട് തുറന്നു പറയുന്നതായിരുന്നു. അന്ന് താൻ ഇതുപോലൊരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അവൾ ഓർത്തോർത്ത് കരഞ്ഞു. ഏറെ നേരം അവൻ എഴുന്നേറ്റ് പോയ ആ കസേരയ്ക്ക് താഴെ അവൾ ഒരേ ഇരിപ്പിരുന്നു. ശരത്തേട്ടന് എത്രമാത്രം വേദനിച്ചു കാണും. അവൾ ചിന്തിച്ചുകൊണ്ട് അവൻ പോയ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറക്കാൻ ഒരു നിമിഷം അവൾക്ക് വല്ലായ്മ തോന്നി. അതിലുപരി വല്ലാത്തൊരു പേടിയും. വഴക്ക് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, എന്തായാലും അത് ഏറ്റുവാങ്ങാൻ താൻ തയ്യാറാണ്. കാരണം താൻ തെറ്റ് ചെയ്തു. ആ ബോധം ഉള്ളതുകൊണ്ട് തന്നെ അവൾ വാതിൽ തുറന്നു. വാതിൽ തുറന്നതും കണ്ട കാഴ്ചയിൽ അവൾ ഞെട്ടിപ്പിടഞ്ഞു. അവളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഫാനിൽ തൂങ്ങിയാടുന്ന ശരത്ത്. കസേര കട്ടിലിൽ തന്നെ വീണു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാകണം അവൾ ശബ്ദം കേൾക്കാതിരുന്നത്. അവളുടെ കൈകാലുകൾ വിറച്ചു. എങ്ങനെയോ ഓടിച്ചെന്ന് അവൻ്റെ കാലിൽ പിടിക്കുമ്പോൾ അവളുടെ തല മുതൽ പാദം വരെ അവളിലൂടെ ഒരു തണുപ്പ് ഓടിയിരുന്നു. അനക്കമില്ലാതെ തൂങ്ങിക്കിടക്കുന്ന ശരത്ത്. കട്ടിലിൽ കയറി നിന്ന് അവൾ അവനെ ഉയർത്തിപ്പിടിക്കാൻ നോക്കി. പക്ഷേ അവൻ അനങ്ങുന്നില്ല. തന്നെ സ്നേഹിച്ച് അവസാനം താൻ കൊടുത്ത വേദന താങ്ങാനാവാതെ അവൻ ഈ ഭൂമി വിട്ടുപോയെന്ന് അവൾക്ക് മനസ്സിലായി. അല്ല, താൻ അവനെ കൊന്നു. അവൾ അവൻ്റെ കാലിൽ പിടിച്ചു വാവിട്ടു കരഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞതും അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. ജീവനില്ലാതെ കിടക്കുന്ന അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൾ അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചു. ഞാനല്ലേ തെറ്റ് ചെയ്തേ? എന്നെ കൊന്നിട്ട് ശരത്തേട്ടന് ജീവിക്കായിരുന്നല്ലോ. ശരത്തേട്ടൻ എന്തിനാ ഇങ്ങനെ ചെയ്തേ?
ഏട്ടനില്ലാതെ ഞാൻ മാത്രം ഇനി എന്തിനാ? പറഞ്ഞുകൊണ്ട് അവൾ ചെന്ന് അലമാരയിൽ നിന്നും അവൻ്റെ ഒരു മുണ്ട് എടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ട് ആ മുറിയിലെ ജനവാതിൽ തന്നെ കുരുക്കിട്ടു. നമുക്ക് എവിടെയും കുറച്ച് സ്ഥലം വാങ്ങണ്ടേ? അതിലൊരു കുഞ്ഞു വീട് വെക്കണ്ടേ? എന്നിട്ട് എൻ്റെ പൊന്നിനെ അതിലെ റാണിയാക്കണ്ടേ? എല്ലാവരുടെ മുൻപിലും നമുക്ക് ജയിച്ചു കാണിക്കണ്ടേ? അതിനല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്? തന്നെ ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ കേട്ടു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. തൊണ്ടക്കുഴിയിൽ എന്തോ ഒന്ന് വന്ന് അവളെ ശ്വാസം മുട്ടിച്ചു. സോറി ശരത്തേട്ടാ, സോറി, എന്നോട് പൊറുക്ക് പറഞ്ഞുകൊണ്ട് അവൾ ആ കുരുക്ക് കഴുത്തിലിട്ട് മുറുക്കി. അവനെ നോക്കിക്കൊണ്ട് തന്നെ അവൾ പിടഞ്ഞു മരിച്ചു. മരണവെപ്രാളത്തിൻ്റെ അവസാന നിമിഷത്തിലും അവളുടെ കണ്ണിൽ നിറഞ്ഞു നിന്നത് അവളുടെ പ്രിയപ്പെട്ടവൻ മാത്രമായിരുന്നു. ആ ഒരു മുറിയിൽ അവർ രണ്ടുപേരും ജീവനില്ലാതെ ഒരുപോലെ തൂങ്ങിയാടി. രാത്രി അവൾ ഞെട്ടിയുണർന്നു. കണ്ടത് സ്വപ്നം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അല്പസമയം വേണ്ടി വന്നു. ഒരു വെള്ളക്കെട്ടിൽ കിടന്നെഴുന്നേറ്റതുപോലെ അവൾ ഒന്നാകെ വിയർത്തു കുളിച്ചിരുന്നു. അവൾ എഴുന്നേറ്റിരുന്ന് അടുത്തു കിടക്കുന്ന രാധേച്ചിയെ നോക്കി. അവർ നല്ല ഉറക്കത്തിലാണ്. അവൾ അവരെ ശല്യപ്പെടുത്താതെ പതിയെ എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു. ലൈറ്റിട്ട് ചുറ്റും നോക്കി. ഇല്ല, ടി വി ഇല്ല. അവൾക്ക് ആശ്വാസം തോന്നി. അവൾ വേഗം അടുക്കളയിലേക്ക് ചെന്നു. ഇല്ല, ഫ്രിഡ്ജുമില്ല. അവിടവും കാലിയാണ്. അവൾ ഒരു കിതപ്പോടെ ചുമരിലേക്ക് ചാരി നിന്നു. നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു. ഇപ്പോഴാണ് അവൾക്കല്പം ആശ്വാസം തോന്നിയത്, സമാധാനം തോന്നിയത്. എങ്കിലും ആ സ്വപ്നം തന്നെ വളരെ പേടിപ്പിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ വേഗം വെള്ളം നിറച്ചു വെച്ചിരുന്ന ജഗ്ഗെടുത്ത് വായിലേക്ക് കമഴ്ത്തി. മുറിയിലേക്ക് തന്നെ ചെന്ന് ഫോൺ എടുത്ത് നോക്കി. സമയം 4 മണിയായിട്ടുണ്ട്. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ശരത്തിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. 2 റിങ് അടിഞ്ഞപ്പോഴേക്കും ശരത്ത് ഫോൺ എടുത്തു. എന്താ ശിവേ, എന്തു പറ്റി? നിനക്ക് വയ്യേ? ഫോൺ എടുത്തതും ശരത്ത് ചോദിച്ചു. ഒന്നുമില്ല ശരത്തേട്ടാ, പെട്ടെന്ന് ഉറക്കത്തിൽ എന്തോ കണ്ട് ഞെട്ടി. പിന്നെ ഉറക്കം വന്നില്ല. ശരത്തേട്ടൻ ഉറങ്ങായിരുന്നോ? അവൾ പറഞ്ഞതും ശരത്തൊന്ന് ചിരിച്ചു. ഇല്ല, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നിന്റെ കോൾ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. സാരില്ല, ചെന്ന് കിടന്നോ. നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, അവൻ പറഞ്ഞു. അവൻ്റെ ശബ്ദമൊന്ന് കേട്ടപ്പോഴാണ് അവൾക്ക് ശരിക്കും സമാധാനമായത്. ശരത്തേട്ടൻ എപ്പോഴാ വരുന്നേ? വേഗം വരുമോ? എനിക്ക് കാണാണ്ടിരിക്കാൻ വയ്യ. അവൾ പറയുന്നത് കേട്ട് ശരത്തിന് ചിരി വന്നുപോയി. 2 ദിവസം, അപ്പോഴേക്കും ഞാൻ അങ്ങെത്തും. ചെന്ന് കിടന്നോ. ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് രാവിലെ വിളിക്കാം. അവൻ അത് പറഞ്ഞതും അവളൊന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. കട്ടിലിൽ ചെന്ന് കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. ശരത്തിനെ മാത്രം ഓർത്തുകൊണ്ട് വെറുതെ അങ്ങനെ കിടന്നു. പിറ്റേന്ന് കോളിംഗ് ബെൽ ശബ്ദിച്ചതും അവൾ ചെന്ന് വാതിൽ തുറന്നു നോക്കി. ഇന്നലെ ടി വിയുടെ കാര്യം പറഞ്ഞു വന്ന ചെക്കനാണ്. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ടി വി വാങ്ങുന്നോ? അവൻ ചോദിച്ചു. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. താൻ സ്വപ്നത്തിൽ കണ്ട അവനുമായി യാതൊരു സാമ്യവുമില്ല. ശരത്തേട്ടൻ 2 ദിവസം കഴിഞ്ഞാൽ വരും. അപ്പോ വരൂ. ശരത്തേട്ടനോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ അവനെ നോക്കി സൗമ്യമായി തന്നെ പറഞ്ഞു. ഓരോരുത്തരുടെ ജോലിയാണ്, അവരുടെ ജീവിതമാർഗമാണ്. തൻ്റെ സ്വപ്നവുമായി അതിനെ കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. ചിലപ്പോൾ അതുപോലെയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയെല്ലാം ഈ സമൂഹത്തിൽ നടക്കുന്നുമുണ്ടാകാം. പക്ഷേ നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സ്വപ്നത്തിൽ കണ്ടതുപോലെ ശരത്തേട്ടൻ അറിയാതെ താൻ ഒന്നും ചെയ്യാതിരുന്നാൽ മതി, അവൾ ഓർത്തു. എങ്കിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ ഇയാളും കൂടി ഒന്ന് പറഞ്ഞേക്കണേ. ഈ മാസത്തെ ടാർഗറ്റ് പൂർത്തിയായിട്ടില്ല. അവനൊരു ചിരിയോടെ പറഞ്ഞതും അവളും അവനെ നോക്കിയൊരു നേർത്ത ചിരിയോടെ തന്നെ തലയാട്ടി. അവൻ്റെ കണ്ണുകളിൽ കാണുന്ന പ്രതീക്ഷയ്ക്ക് മുൻപിൽ മുഖം തിരിക്കാൻ അവൾക്ക് തോന്നിയില്ല. ഒരു കുടുംബത്തിൻ്റെ മൊത്തം പ്രതീക്ഷയും ചിലപ്പോൾ അവനിലായിരിക്കും. മുറ്റത്ത് നിന്ന് തന്നെ സംസാരിച്ച ശേഷം അവൻ ചെന്ന് അവൻ്റെ വണ്ടിയിൽ കയറി പോകുന്നത് അവൾ ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ പതിയെ അകത്തേക്ക് കയറി വാതിലടച്ചു.